ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക. ഈ പരിത്യാഗ പ്രാർത്ഥന ശുശ്രൂഷയുടെ 36-ാം ദിനത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്നേ ദിവസം പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് നിത്യതയുടെ വെളിച്ചം കെട്ടുപോയ ആത്മാക്കൾക്ക് വേണ്ടിയാണ്. ഹൃദയവേദനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാന പ്രാർത്ഥന നിയോഗമാണ് നിത്യതയുടെ വെളിച്ചം കെട്ടുപോയ, നിത്യജീവന്റെ പ്രത്യാശ മങ്ങിപ്പോയ അസംഖ്യം ആത്മാക്കള് ഇന്ന് ലോകത്തിലുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാവിധ ധാർമ്മികമായ അധപതനത്തിൻ്റെയും വഴിവിട്ട ലൈംഗിക അരാജകത്വത്തിൻ്റെയും വിശ്വാസത്യാഗത്തിൻ്റെയും ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന കഠോരമായ എല്ലാ അതിക്രമങ്ങളുടെയും അടിസ്ഥാന കാരണം നിത്യതയുടെ വെളിച്ചം മനുഷ്യാത്മാക്കളിൽ കെട്ടുപോയതാണ്. കർത്താവിൻ്റെ മുൻപിൽ കണ്ണുനീരോടെ നമുക്ക് നിലവിളിക്കാം, കർത്താവേ, ഇത്തരത്തിൽ കഠിനപ്പെട്ടു പോയ എല്ലാ ആത്മാക്കളിലേക്കും മാനസാന്തരത്തിന്റെ കൃപ ഒഴുക്കണമേ. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയെ കുറിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 40 ദിനങ്ങളിലെ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷയെ കുറിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ സ്വർഗം നൽകിയ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇതായിരുന്നു: പ്രാർത്ഥിച്ച് പരിത്യാഗം ചെയ്ത് അനേകം ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുന്ന സമർപ്പണമുള്ള ഒരു സമൂഹത്തെ കർത്താവിനായി രൂപപ്പെടുത്തുക. കഴിഞ്ഞ 35 ദിനങ്ങളിൽ വിവിധങ്ങളായ കൃപകളിലൂടെ പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സഭാ സമൂഹങ്ങളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ ദൈവത്തിൻ്റെ തീയായി കത്തിപ്പടരുകയായിരുന്നു. അനേകം ജീവിതങ്ങളിലേക്ക് അനുതാപത്തിന്റെയും മാനസാന്തരത്തിൻ്റെ കൃപ ഒഴുക്കിക്കൊണ്ട് അസംഖ്യം ആത്മാക്കളെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഉണർത്തുന്ന കൃപയുടെ ദിനങ്ങളായിരുന്നു. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. യൂദാസ് ലേഖനം 1:20 പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, പഞ്ചഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, തകരുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, അനേക യുവജനങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മാരകഭാവത്തിൽ ജീവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, വിശ്വാസത്യാഗം സംഭവിച്ച ജീവിതങ്ങൾക്ക് വേണ്ടി, അനുതാപമില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് കൃപയിൽ നിറയുന്ന സമയം എല്ലാം മറന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ഇന്നത്തെ ശുശ്രൂഷകൾ ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യ ഇറങ്ങി വരട്ടെ. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ കൂട്ടായ്മകളിലേക്ക്, സമർപ്പിത സമൂഹങ്ങളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വരട്ടെ. Come Holy Spirit. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, ആത്മാവേ, ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ തീയെ ജനലക്ഷങ്ങളിൽ കത്തിപ്പടരണമേ. കൃപയുടെ കാറ്റായി വീശണമേ. റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിച്ച് കർത്താവിനെ വിളിക്കുക. യേശുനാമം വിളിക്കുക. യേശുനാമത്തിന് അനന്ത ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് വിളിക്കുക. യേശുവേ, ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ചൊരിയണമേ. വെളിപാട് പുസ്തകം 10:6 വിശുദ്ധ യോഹന്നാൻ ആത്മാവിൽ കാണുകയാണ്. ഒരു ദൂതൻ വിളിച്ചു പറയാണ്, ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച
നിത്യം ജീവിക്കുന്നവന്റെ നാമത്തിൽ ആണയിട്ടു, ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. എന്താ പരിശുദ്ധാത്മാ സഭയോട് പറയുന്നത്? ഇനി കാലതാമസം ഉണ്ടാവുകയില്ല. കാലത്തെ വിവേചിച്ചുകൊണ്ട്, അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി, കർത്താവിന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി, കർത്താവിന്റെ യുവജനങ്ങൾക്ക് വേണ്ടി, കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് പരിത്യാഗം ചെയ്യേണ്ട സമയം. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച്, ജനലക്ഷങ്ങളാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ഈ വരികൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, 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 കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ, ആത്മാവിനെ പകരണമേ. നമുക്ക് പ്രകാരം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അസംഖ്യം ആത്മാക്കളിലേക്ക് മാനസാന്തരത്തിന്റെ കൃപ വർഷിക്കണമേ, നിത്യതയുടെ വെളിച്ചം പകരണമേ. പരിശുദ്ധാത്മാവേ ജനലക്ഷങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് നമ്മളായിരിക്കുന്നിടത്ത് ഒരുമിച്ച് വലിയ അഭിഷേകത്തോടെ പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അന്ത്യകാല പ്രേക്ഷിതരുടെ ചൈതന്യം തരണമേ. കർത്താവേ, ജ്ഞാനം തരണമേ. ഈ തലമുറയ്ക്ക് ആവശ്യമായ പ്രവചനങ്ങൾ നൽകണമേ, വെളിപാടുകൾ നൽകണമേ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. കർത്താവേ, അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ, എല്ലാവരും ചേർന്ന് ഉണർവോടെ പാടുകയും ഈ അഭിഷേകം പ്രാപിക്കട്ടെ. കർത്താവിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി. അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരെ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. കൃപ തരണമേ, കൃപ തരണമേ. ആത്മരക്ഷ ലക്ഷ്യമാക്കി ജീവിതം ക്രമപ്പെടുത്തി ലോകത്തെ നിസ്സംഗതയാൽ വീക്ഷിക്കുന്നവർ, ലോകത്തോട്, ലോകമോഹങ്ങളോടും പരിപൂർണമായ വേർപാട്. അതാണ് വിശുദ്ധിയുടെ അഭിഷേകം. ആത്മനാഥനേശുവിന്റെ ആത്മഭാരമേറ്റെടുത്ത് ആത്മാക്കൾക്ക് ഇല കൊടുത്ത് അവരാണ് അന്ത്യകാല പ്രേക്ഷിതരെ. അമ്മ മാതാവിന്റെ സൈന്യം, കർത്താവിന്റെ വിശ്വസ്തരായ ആത്മാക്കള്. അന്ത്യകാല പ്രേക്ഷിതർ, യേശുവിന്റെ സ്നേഹിതർ, ലോകമോഹം വിട്ടകന്ന ധീര. ആ ബോധ്യത്തോടെ പാടി പ്രാർത്ഥിച്ച് കൃപയിൽ നിറയാൻ, അഭിഷേകത്തിൽ നിറയാൻ, ശക്തിയിൽ നിറയാൻ, പ്രവചനങ്ങളിൽ നിറയാൻ. കാലവേലയ്ക്കായി ആയുധങ്ങൾ മൂർച്ചയേറ്റൻ സകലത്തിൽ വെന്തുരുകി പാകമായവർ. നമ്മുടെ ആയുധങ്ങൾ പ്രാർത്ഥന, പരിത്യാഗം, വചനം, പരിശുദ്ധ കുർബാന, ഉപവാസം. ആത്മശക്തി ഏറ്റെടുത്ത് സ്വർഗ്ഗത്തെ നിറച്ചിടുവാൻ യാഗമായവർ. ആത്മധൈര്യം കൈവിടാതെ ആത്മശക്തി ഏറ്റെടുത്ത് സ്വർഗ്ഗത്തെ നിറച്ചിടുവാൻ യാഗമായവർ. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ആരാധന. ഈശോയേ, ഈശോയേ, കൃപ തരണമേ. അസംഖ്യം ആത്മാക്കളിലേക്ക്, അനേക കുടുംബങ്ങളിലേക്ക് കൃപ ഒഴുക്കണമേ, കൃപ ഒഴുക്കണമേ. വിശ്വാസത്തിന്റെ കൃപ, ജീവന്റെ കൃപ, വിശുദ്ധിയുടെ കൃപ, പ്രാർത്ഥനയുടെ കൃപ, പരിത്യാഗത്തിന്റെ കൃപ, സകല ശക്തിയുടെ കൃപ ലക്ഷക്കണക്കിന് ആത്മാക്കളിലേക്ക് കർത്താവേ പകരണമേ, പകരണമേ, പകരണമേ. പ്രാർത്ഥിക്കാനുള്ള തീഷ്ണത, സഹിക്കുവാനുള്ള കൃപ അനേകം ആത്മാക്കൾക്ക്, അസംഖ്യ ആത്മാക്കൾക്ക് കർത്താവെ പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ, പെരുവെള്ളത്തിൽ ഇരുമ്പലോടെ നമ്മുടെ മധ്യയുള്ള ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു. യേശുവേ, ജീവിക്കുന്ന ദൈവമേ, കൃപ, കൃപ, കൃപ. കൃപ ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. പ്രവചനങ്ങൾ വെളിപ്പെടട്ടെ.
പുതുഭാഷകൾ വെളിപ്പെടട്ടെ, വെളിപാടുകൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചിക കെട്ടുകള്, നാരകീയ പോരുകള്, സാത്താന്റെ അടിസ്ഥാനങ്ങള്, അന്ധകാര കോട്ടകള് യേശു നാമത്തിന് അനന്ത ശക്തിയാ, യേശു വചനത്തിന് അനന്ത ശക്തിയാ, യേശുവിന്റെ തിരിച്ചോടിന് അനന്ത ശക്തിയാ തകർക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ, കൃപ, കൃപ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ സമർപ്പിത സമൂഹങ്ങളെ, ഞങ്ങളെല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് നിത്യതയുടെ വെളിച്ചം കെട്ടുപോയി നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അസംഖ്യം ആത്മാക്കളെ അമ്മ മാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ശൗസേ പിതാവേ, കർത്താവിൻ്റെ സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ കരം പിടിച്ച് അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച് കർത്താവ് നൽകുന്ന ഈ പ്രവചന ദൂതുകൾ നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റെടുക്കുവാൻ താഴ്മയോടെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ഈ 36-ാം ദിനത്തിൽ നമ്മൾ നിയോഗമായി പ്രാർത്ഥിക്കുന്നത് നിത്യതയുടെ വെളിച്ചം കെട്ടുപോയ ആത്മാക്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇപ്രകാരം പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന ജീവിതങ്ങളെ പ്രതി സ്വർഗം ഇന്ന് കരയുകയാണ്. അമ്മ മാതാവിൻ്റെ വേദന, സ്വർഗത്തിൻ്റെ തേങ്ങലുകൾ, ഇപ്രകാരം നശിക്കുന്ന അസംഖ്യം ആത്മാക്കളെ കുറിച്ചാണ്. നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാവിധ ധാർമ്മികമായ അധപതനത്തിൻ്റെയും കാരണം നിത്യതയുടെ വെളിച്ചം മനുഷ്യാത്മാക്കളിൽ കെട്ടുപോയതാണ്. ഈ ലോക ജീവിതത്തോടുകൂടി എല്ലാം അവസാനിച്ചു, ഈ ലോക ജീവിതത്തോടുകൂടി എല്ലാം തീർന്നു എന്നുള്ള മിഥ്യയായ ധാരണയിൽ അനേകം ജനകോടികൾ ഇന്ന് ജീവിക്കുകയാണ്. അതുകൊണ്ട് തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും ഈ ലോക ജീവിതം എങ്ങനെ ആഘോഷിക്കാം, ഈ ലോക ജീവിതം എങ്ങനെ സുഖകരമാക്കാം, ഈ ഒരു ചിന്തയിൽ അനേകരെ ഇന്ന് നിത്യനാശത്തിലേക്ക് പോകുന്നു. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 17:14 അവിടെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മനുഷ്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. ഈ ലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മനുഷ്യരിൽ നിന്ന് കർത്താവേ അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. വീണ്ടും 119-ാം സങ്കീർത്തനം അവിടെ 19-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പറയാണ്, ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ്. നിത്യതയുടെ പ്രത്യാശയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ചിന്ത ഇതാണ്, ഞാനിവിടെ ഒരു പരദേശിയാണ്. എൻ്റെ ജീവിതം ഇവിടെ ഒരു തീർത്ഥാടനമാണ്. ഞാനിവിടെ അന്യനും ഞാൻ പരദേശിയുമാണ്. ഈ ഒരു ദർശനം, ഈ ഒരു കാഴ്ചപ്പാടിൽ നാം എല്ലാം വളരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. വീണ്ടും യൂദാസിലെ ലേഖനം 1-ാം അധ്യായം 21-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. നിത്യജീവിതത്തിനായി എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ലോകത്തിൽ തീർന്നു പോകാനുള്ളതല്ല എൻ്റെയും നിന്റെയും ജീവിതം. കർത്താവിൻ്റെ സുവിശേഷത്തിന് നമ്മോട് പ്രഖ്യാപിക്കുവാനുള്ള ഏറ്റവും ശക്തമായ സന്ദേശം എന്താണ്? ഈ ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതം നമുക്കുണ്ട്. എണ്ണിത്തീർക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ നിത്യമഹത്വത്തിലുള്ള ആനന്ദത്തിൻ്റെ ജീവിതം. ഈ സത്യമാണ് കർത്താവിൻ്റെ സുവിശേഷത്തിന് എന്നോടും നിങ്ങളോടും പ്രഖ്യാപിക്കുവാനുള്ളത്. ഈ വചനം ദൈവത്തിൻ്റെ അരൂപി നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം,
നിത്യജീവിതത്തിനായി കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ദൈവ സ്നേഹത്തിൽ നമ്മെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കണം. ഇന്ന് പലരും പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമാണ് സ്വർഗം നരകം ഇതൊക്കെ ഇവിടെ തന്നെ. സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലങ്ങളെ കുറിച്ച് ചിന്തയില്ല. കാരണം നിത്യതയുടെ ദർശനം മറച്ചു വെച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ സുഖങ്ങളിലും ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലും ഈ ലോകത്തിന്റെ നശ്വരമായ ഭോഗേച്ഛകളിലും അനേകം ജീവിതങ്ങളെ ഇന്ന് പിശാച് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഈ ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുവാനോ പ്രത്യാശിക്കുവാനോ ഇന്ന് അനേകർക്ക് കഴിയാതെ പോകുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ നിർമ്മലമായ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയാണ്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 32-ാമത്തെ തിരുവചനം. അവിടെ വചനം പറയുന്നു, മാനുഷികമായി പറഞ്ഞാൽ എഫെസസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർക്ക് ഉത്ഥാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും. പൗലോസ് അപ്പോസ്തലൻ ശക്തമായ ഭാഷയിൽ പറയാ, എൻ്റെ ജനങ്ങളെ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ വഞ്ചിതരാകരുത്. പിശാചിന്റെ വഞ്ചനയിൽപ്പെട്ട് നിത്യതയുടെ പ്രത്യാശ മങ്ങിപ്പോയ ഒരുപാട് ജീവിതങ്ങള് ഈ തലമുറയിലുണ്ട്. വിശുദ്ധ പൗലോസ് ശക്തമായ ഭാഷയിൽ പറയാ, നമുക്ക് ഉത്ഥാനമില്ലെങ്കിൽ, നമുക്ക് നിത്യതയില്ലെങ്കിൽ, നമുക്ക് നിത്യമായൊരു ജീവിതമില്ലെങ്കിൽ, നമുക്ക് ഈ ലോകത്തിൽ തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും ഓരോരുത്തർക്ക് അവരവർക്ക് ബോധിച്ചതുപോലെ സുഖമായി ജീവിക്കാമായിരുന്നു. എന്നാൽ നമുക്കൊരു ഉത്ഥാനമുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട്. തുടർന്ന് പൗലോസ് പറഞ്ഞു, നിങ്ങൾ വഞ്ചിതരാകരുത്. പിശാച് പറയുന്ന നുണകളിൽ, സാത്താൻ തൊടുത്തുവിടുന്ന വഞ്ചനാത്മകമായ വാക്കുകളിൽ നമ്മൾ പെട്ടുപോകരുത്. നിങ്ങൾ വഞ്ചിതരാകരുത്. വീണ്ടും ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയാണ്. അപ്പോസ്തലനായ പൗലോസ് എഫെസസ്കാർക്ക് ലേഖനം 5-ാം അധ്യായം 6-ാം വചനത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എന്താണ് ഈ അർത്ഥശൂന്യമായ വാക്കുകൾ? സ്വർഗമില്ല, നരകമില്ല, ശുദ്ധീകരണ സ്ഥലമില്ല, നിത്യതയില്ല, നിത്യമായൊരു ജീവിതമില്ല. ഇത് ബോഷ്കാണ്, ഇതൊരു മിഥ്യാധാരണയാണ്, ഇത് മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു ഭാവന സൃഷ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന് നശ്വരമായ ഭോഗേച്ഛകൾക്ക് വേണ്ടി പിശാച് പറയുന്ന നുണകളിൽ വിശ്വസിച്ച് ഇന്ന് അനേകം ആത്മാക്കളെ സാത്താൻ തന്റെ അടിമകളാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് പൗലോസ് പറയുന്നത്, നിങ്ങളെ ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് വഞ്ചിക്കാതിരിക്കട്ടെ. പലരും പറയില്ല, ജീവിതം ഒന്നേയുള്ളൂ, അത് മാക്സിമം ആസ്വദിക്കണം. അത് ഏതൊക്കെ രീതിയിലാണെങ്കിലും അവിടെ സുവിശേഷ മൂല്യങ്ങൾക്കോ കർത്താവിന്റെ വചനത്തിനോ സ്നേഹത്തിനോ സുവിശേഷ സത്യങ്ങൾക്കോ യാതൊരു വിലയുമില്ല. എനിക്ക് എൻജോയ് ചെയ്യണം, എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണം, എനിക്ക് ആഘോഷിക്കണം, എനിക്ക് സുഖിക്കണം, എനിക്ക് ഉല്ലസിക്കണം. ആധുനിക മനുഷ്യന്റെ പൊള്ളയായ ആറ്റിറ്റ്യൂഡ് പരിശുദ്ധാത്മ കാണിച്ചു തരികയാണ്. എന്താ പൗലോസ് പറയുന്നത്? ഇങ്ങനെ പറയുന്ന മനുഷ്യർ പറയുന്ന ഇത്തരത്തിലുള്ള അർത്ഥശൂന്യമായ വാക്കുകളിൽ നിങ്ങൾ പെട്ടുപോകരുത്, നിങ്ങൾ വഞ്ചിതരാകരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും വിശുദ്ധ പൗലോസിന്റെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. കൊളോസസ്കാർക്ക് ലേഖനം 3-ാം അധ്യായം 4-ാമത്തെ തിരുലിഖിതം. അവിടെ എന്താ ദൈവത്തിന്റെ അരൂപി നമ്മോട് പറയുന്നത്? കൊളോസസ് 2-ാം അധ്യായം. ഞാനിത് പറയുന്നത് വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ വേണ്ടിയാണ്.
വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഞാനിത് നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ തിരുസഭയുടെ ചരിത്രത്തിൽ ഈ നിത്യതയുടെ ദർശനമുള്ള, നിത്യജീവനെ മുറുകെ പിടിച്ച് ജീവിച്ച, തങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ തങ്ങൾക്കായി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ 40 ധീര ചെറുപ്പക്കാരുടെ ഒരു ചരിത്രം തിരുസഭയിൽ നമുക്ക് കാണാൻ പറ്റും. വിവിധ രാജ്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ചുറുചുറുക്കുള്ള, ധീരതയുള്ള, വിശ്വാസത്തിന്റെ തീപന്തങ്ങളായ 40 ചെറുപ്പക്കാരെ. സെബാസ്റ്റ്യനിയൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സൈനികരായിരുന്നു ഇവര്. ഈ രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്നെന്ന് ലീസനിയൂസ് ഇവരോട് പറയും, വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുവാൻ രാജാവ് ഈ ചെറുപ്പക്കാരോട് ആവശ്യപ്പെടുകയാണ്. അവര് പറഞ്ഞു, മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവാണ് ഞങ്ങൾ ഏക കർത്താവ്, ഏക രാജാവ്, ഞങ്ങൾ അവനെ മാത്രമേ ആരാധിക്കൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ധീരതയോടെ തങ്ങളുടെ വിശ്വാസം ഈ 40 ചെറുപ്പക്കാര് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഉടനെ ലീസിനിയൂസ് ചക്രവർത്തി സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ശരീരത്തിന് സുഖത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരോട് പറയും, നിങ്ങൾ ആസ്വദിക്കുക, നിങ്ങൾ ആഹ്ലാദിക്കുക, നിങ്ങളെല്ലാം അനുഭവിക്കുക, ആവോളം നിങ്ങൾ അനുഭവിച്ചോ. ഈ ചെറുപ്പക്കാര് പറയും, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ, അല്ലയോ രാജാവേ, നീ ഞങ്ങളെ മുൻ വെച്ച് നീട്ടിയിരിക്കുന്ന ഈ സ്ഥാനമാനങ്ങളും ഈ അധികാരവും ഈ സുഖഭോഗങ്ങളൊക്കെ ഞങ്ങൾക്ക് ചപ്പും ചവറുമാണ്. ഞങ്ങൾ വിശ്വാസം ഉപേക്ഷിക്കില്ല, ഞങ്ങൾ യേശു ക്രിസ്തുവിനെ മാത്രമേ ആരാധിക്കൂ. അവര് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ട വിശ്വാസത്തിന്റെ ധീരതയാർന്ന നിലപാട്. നമുക്കൊന്നൊരു നിലപാടില്ലാത്തത് നമ്മുടെ കുഴപ്പം. പലപ്പോഴും നമ്മുടെ വിശ്വാസം ഒരു ഫ്ലെക്സിബിളായ വിശ്വാസമാണ്. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ വിശ്വാസത്തിന് മാറ്റം വരികയാണ്. ഈ ചെറുപ്പക്കാര് പറയും, ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വിലപ്പെട്ടത് നിത്യമായ ജീവിതമാണ്, ഇറ്റേണൽ ലൈഫ്. ഇതുപോലെ തീപിടിച്ച ചെറുപ്പക്കാരിന്ന് സഭയിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റുകളായി മാറിയ, കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന, തിരുസഭയെ പടുത്തുയർത്തുന്ന, വിശ്വാസത്തിന്റെ പ്രവാചകരായ അനേകം യുവതി യുവാക്കളെ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് സഭയിൽ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഒരു കൃപയോർത്ത് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച്, യേശുവേ, യുവജനങ്ങളിൽ തീ പകരണമേ. പൈശാചിക വ്യാപാരങ്ങള്, സാത്താന്റെ കെട്ടുപാടുകള് യേശുനാമത്തിൽ അടിഞ്ഞു മാറട്ടെ. അനേക യുവതി യുവാക്കളെ ആത്മാവിന്റെ തീനാവുകളായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഇതിൽ കുപിതനായ ലീസിനിയൂസ് രാജാവ് എന്താ ചെയ്തെന്നറിയോ? ഈ 40 ചെറുപ്പക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. അവരുടെ ശരീരം മുഴുവൻ പൊട്ടിപ്പൊളിയും. അവർ ജയിലിൽ അടയ്ക്കുകയാ. ആ ജയിലിൽ കിടന്നുകൊണ്ട് അവർ നിത്യതയുടെ പ്രത്യാശ പരസ്പരം പങ്കുവെച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി. ഇതാ അവർ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിനുശേഷം രാജാവിന് മനസ്സിലായി ഇവരെ തകർക്കാൻ എളുപ്പമല്ല. രാജാവ് ഉത്തരവിറക്കും. ഉത്തരവ് എന്താണെന്നറിയോ? മഞ്ഞുകട്ടയിൽ, മഞ്ഞുമലയിൽ നഗ്നരാക്കി ഇവരെ കിടത്തുക. ഈ വിധി കേട്ട ഉടനെ ഈ 40 ചെറുപ്പക്കാര് കർത്താവ് തങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യസമ്മാനം സ്വീകരിക്കുവാൻ വേണ്ടി അവർ ഓടുകയാ. അവർ ഓടുന്നത് എങ്ങോട്ടാ ദൈവമക്കളെ? അവർ ഓടുന്നത് എങ്ങോട്ടാ? ഫുട്ബോൾ കളിക്കല്ല. അവരോടുന്നത് ക്രിക്കറ്റ് കളിക്കാനല്ല. അവരോടുന്നത് ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങൾ ആസ്വദിക്കുവാനല്ല. കർത്താവ് തങ്ങൾക്ക് വേണ്ടി കണ്ടു ആ ചെറുപ്പക്കാരൻ. ഇതൊരു ഫിലിമാണെങ്കിലും എത്ര മനോഹരമായിട്ടാ ഡയറക്ടർ അത് അവതരിപ്പിച്ചിരിക്കുന്നത്.
തങ്ങൾക്കായി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഇറ്റേണൽ ഗ്ലോറി, നിത്യമായ മഹത്വം അവർ ദർശിക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ മഞ്ഞുമലയിൽ 40 ചെറുപ്പക്കാർ കിടക്കുമ്പോൾ അവർ ആനന്ദിക്കുകയാണ്, പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുകയാണ്. കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ മഹത്വം പരസ്പരം പങ്കുവെച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യുകയാണ്. ഈ സമയത്ത് അതിലൊരു ചെറുപ്പക്കാരൻ നഷ്ടധൈര്യനാകും. അവൻ തന്റെ വിശ്വാസം പരിത്യജിക്കും. അവരെ പ്രലോഭനപ്പെടുത്തി, ഇതാണ് പിശാചിന്റെ ട്രാപ്പ്. അവരെ പ്രലോഭനത്തിൽപ്പെടുത്തുവാൻ, വശീകരിക്കുവാൻ ആ തണുത്തുറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്ത് നല്ല ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചൂടിന്റെ സുഖം അനുഭവിക്കാൻ ഈ ചെറുപ്പക്കാരൻ യേശുക്രിസ്തുവിനെ തള്ളി പറയും. ഇന്ന് നമ്മൾ ഇതുപോലെ, പ്രിയപ്പെട്ടവരെ, ഈ ലോകം വെച്ച് നീട്ടിത്തരുന്ന ചില ഇച്ഛലകൾക്ക് വേണ്ടി, ചില സുഖങ്ങൾക്ക് വേണ്ടി, ഈ ശരീരത്തിന് നൈമിഷികമായ ചില ഭോഗേച്ഛകൾക്ക് വേണ്ടി യേശുവിനെ തള്ളിക്കൾ. നമ്മുടെ കുറെ എൻ്റെ കുഞ്ഞനുജത്യമാരെ, ഈശോ മിശിഹ തന്റെ രക്തത്താൽ നേടിയെടുത്ത അനുജത്തി, നിന്റെ ജീവിതത്തിന് എത്രയോ പെൺകുഞ്ഞുങ്ങള്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വ്യക്തിനെ ഫോൺ ചെയ്തു. ബാംഗ്ലൂരും ഇന്ത്യയിലെ പല സിറ്റികളിലും നമ്മുടെ പല പെൺകുഞ്ഞുങ്ങളും ലിവിങ് ടുഗദറായി, ക്രൈസ്തവ പെൺകുട്ടികള് അക്രൈസ്തവരായ ചെറുപ്പക്കാരുമായി, ഒരു ഭാര്യ ഭർത്താക്കന്മാരൊന്നല്ല, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുക, വിശുദ്ധിക്ക് ചാരിത്രത്തിന് വില കൊടുക്കാതെ തങ്ങളുടെ ശരീരം പിശാചിനെ പണയം വെച്ചുകൊണ്ട് ജഡികമായ സുഖത്തിനു വേണ്ടി ലിവിങ് ടുഗദറായി അവരങ്ങ് ആഘോഷിക്കുക. എൻ്റെ അനുജത്തിമാരെ, അനുജന്മാരെ, നമ്മളെ പോലെ നല്ല ചോറി നീരുള്ള ഈ ചെറുപ്പക്കാരെ ഈ ചൂടിന്റെ സുഖം അനുഭവിക്കാൻ യേശുവിനെ തള്ളിക്കളഞ്ഞ് ആ ചെറുപ്പക്കാരൻ ആ ചൂടുവെള്ളത്തിൽ അവനങ്ങ് കുളിക്കുക. തത്സമയം എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞോ? ആ ചെറുപ്പക്കാരൻ മരണമടയുന്ന മക്കളെ. ഈ സമയത്ത് ഈ 40, ഈ ബാക്കി 39 പേരാ ഉള്ളത്. ഈ 39 ചെറുപ്പക്കാർ മഞ്ഞുകട്ടയിൽ കർത്താവായ യേശുവിനെ പ്രതി, വിശ്വാസത്തെ പ്രതി, നിത്യജീവൻ കണ്ടുകൊണ്ട് അവര് ആനന്ദിച്ച് കിടക്കുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന പട്ടാളക്കാർ കാണുകയാണ്, ഇതാ സ്വർഗം തുറക്കപ്പെടുന്നു. കർത്താവിന്റെ മാലാഖമാരെ കിരീടവുമായി അവരുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് അവിടെ ശിരസിൽ കിരീടങ്ങൾ വെക്കുകയാണ്. 40-ാമന്റെ കിരീടവുമായി ഒരു മാലാഖ നിൽക്കുമ്പോൾ ആ കിരീടം അങ്ങനെ അവനില്ല. ഈ സമയത്ത് അവിടെയുള്ള ഒരു പട്ടാളക്കാരൻ, അവന്റെ പേര് ആൽഗിയൂസ് എന്നാണ്. ആൽഗിയൂസ് എന്ന് പറയുന്ന ഒരു വിജാതീയനായ പട്ടാളക്കാരൻ, അവൻ പറയും, എനിക്ക് യേശുവിനെ വേണം, ഇതാണ് സത്യം, ക്രിസ്തീയ മാർഗമാണ് സത്യം, എനിക്ക് യേശുവിനെ വേണം, ഞാൻ യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ തന്റെ വിശ്വാസം ഏറ്റു പറയും. ഈ സമയം തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു പട്ടാളക്കാരൻ ഇവന്റെ തല വെട്ടുകയാണ്. വെട്ടിമാറ്റപ്പെട്ട തലയിൽ ഇതാ മഹത്വത്തിന് കിരീടം വന്നിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ ചെറുപ്പക്കാരെയും ജീവനോടെ കത്തിക്കുകയാണ്. നിത്യതയുടെ പ്രത്യാശയിൽ ഈ ചെറുപ്പക്കാരുടെ ആത്മാക്കളെല്ലാം കർത്താവിന്റെ ഇറ്റേണൽ ഗ്ലോറിയിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയാ. ഇതൊരു കെട്ടുകഥയല്ല പ്രിയപ്പെട്ടവരെ, തിരുസഭ ചരിത്രത്തിൽ സംഭവിച്ച സത്യമാണിത്. ഇന്ന് ഇതുപോലെയുള്ള തീപിടിച്ച ചെറുപ്പക്കാരെ, തീപിടിച്ച കുടുംബസ്ഥരെ, തീപിടിച്ച വന്യവൈദികരെ, ഇതുപോലെ തീപിടിച്ച ബഹുമാനപ്പെട്ട സമർപ്പിതരെയാണ് ഇന്ന് കർത്താവിന്റെ തിരുസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്. സ്വർഗത്തെക്കുറിച്ചുള്ള, നിത്യതയെക്കുറിച്ചുള്ള അളവേറിയ ബോധ്യം. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. സ്വർഗം ഒരു കെട്ടുകഥയല്ല പ്രിയപ്പെട്ടവരെ. വിശുദ്ധയായ മരിയ ഫൗസ്റ്റീനയോട് കർത്താവ് പറഞ്ഞു. എന്താണ് മരിയ ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞത്? എന്റെ മകളെ, എന്റെ ഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ടുള്ള നിന്റെ അനുദിന രക്തസാക്ഷിത്വം, നിന്റെ ഓരോ ദിവസവുമുള്ള രക്തസാക്ഷിത്വം, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ, നാം തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, അവഹേളിക്കപ്പെടുമ്പോൾ, നാം ദുഷിക്കപ്പെടുമ്പോൾ, നമ്മൾ പരിഹസിക്കപ്പെടുമ്പോൾ അതൊരു രക്തസാക്ഷിത്വമാണെന്ന് ഈശോ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയെ പഠിപ്പിക്കുകയാണ്. അനുദിനമുള്ള നിന്റെ രക്തസാക്ഷിത്വം അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നു. ഹല്ലേലൂയാ. എത്ര കൃപയുടെ അനുഭവമാണിത്. ദൈവമക്കളെ, ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. 1900
17 ജൂലൈ 13 ഫാത്തിമയുടെ കുന്നിൻ ചെരുവിൽ അമ്മ മാതാവ് സ്വർഗം വിട്ടിറങ്ങി വന്നപ്പോൾ, അത് 3ാം പ്രത്യക്ഷീകരണമാണ് ഫാത്തിമയിലെ. അമ്മ മാതാവ് തന്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് നീട്ടിയപ്പോൾ ആ 3 ഇടയ കുഞ്ഞുങ്ങൾ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് അവർ പോയി. അവർ നോക്കുമ്പോൾ ഇതാ വലിയൊരു തീ തടാകം, അഗ്നി തടാകം. ആ വലിയ അഗ്നി തടാകത്തിൽ അനേകം ആത്മാക്കൾ അലറുന്നു, മുരളുന്നു, അട്ടഹസിക്കുന്നു, ദുഷിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ ആകെ ഭയപ്പെട്ട് പരിഭ്രമിച്ച് നിൽക്കുകയാണ്. ഉടനെ അമ്മ മാതാവ് സ്നേഹത്തോടെ ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കും, മക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ നിങ്ങൾക്കറിയാമോ? ഈ കുഞ്ഞുങ്ങൾ പറയും, അമ്മേ, ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. ഉടനെ അമ്മ മാതാവ് പറയും, മക്കളെ, ഇതാണ് നിത്യ നരകം, ഇതാണ് തീ നരകം. നരകമില്ല എന്ന് ഇന്ന് അനേകർ വിശ്വസിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, തീ നരകം എന്ന് പറയുന്നത് അത് വെറും ഒരു കെട്ടുകഥയല്ല. നിത്യമായ ശിക്ഷയും നിത്യമായ ജീവിതവും നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഒരു വലിയ സത്യമാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, 25-ാം അധ്യായം 46-ാം വചനത്തിൽ, ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. ഇതൊരു സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഞാനും നീയും വിശ്വസിച്ചില്ലെങ്കിലും ഇതൊരു സത്യമാണ്. ചിലർ നിത്യമായ ശിക്ഷയിലേക്ക് പ്രവേശിക്കുന്നു, ചിലർ നിത്യമായ ജീവനിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ ഇതിൽ ഏതിലാണ് പെടുന്നത് എന്ന് ചിന്തിച്ചാൽ മതി. നിത്യമായ ശിക്ഷയും നിത്യമായ ജീവിതവും ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഇത് നമ്മുടെ കർത്താവിന്റെ പ്രബോധനമാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ തീ നരകം, ഈ ദർശനം കാണിച്ചതിന് ശേഷം അമ്മ മാതാവ് ഈ കുഞ്ഞുങ്ങളോട് പ്രകാരം പറഞ്ഞു. എന്താ അമ്മ പറഞ്ഞത്? പാപികൾ ആത്മാക്കൾ നിബന്ധിക്കുന്ന നരകം നിങ്ങൾ കണ്ടല്ലോ മക്കളെ. അവരെ രക്ഷിക്കാൻ വേണ്ടി എന്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ആവശ്യപ്പെടുന്നത് ചെയ്താൽ അനേകം ആത്മാക്കൾ രക്ഷപ്രാപിക്കുക. എന്താ അമ്മ പറയുന്നത്? പ്രാർത്ഥിക്കുക, 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 പരിത്യാഗമെടുക്കുക, പ്രായശ്ചിത്തം ചെയ്യുക, സഹനങ്ങൾ കൃപകളായി സ്വീകരിക്കുക. ഇതാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. ഞാൻ ആവശ്യപ്പെടുന്നത് മക്കളെ നിങ്ങൾ ചെയ്താൽ അനേകം ആത്മാക്കൾ രക്ഷപ്രാപിക്കുകയും ലോകത്തിൽ തിരുസഭയിൽ സമാധാനം സ്ഥാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രേ 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 പ്രേ. എന്റെ മക്കളെ, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഇത് സ്വർഗത്തിന്റെ തേങ്ങല പ്രിയപ്പെട്ടവരെ. അനേകം ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി പരിത്യാഗമെടുക്കുക, പ്രായശ്ചിത്തം ചെയ്യുക, സുഖങ്ങൾ ഉപേക്ഷിക്കുക, അർഹതപ്പെട്ട സന്തോഷങ്ങൾ ത്യജിക്കുക. അനുദിന ജീവിതത്തിൽ ഓരോ സഹനവും കൃപയായി സ്വീകരിക്കുക. അമ്മ മാതാ പറയാ, അനേകം ആത്മാക്കൾ ഇതിലൂടെ രക്ഷ പ്രാപിക്കും. ഈ നരകദർശനം അമ്മ കാണിച്ചു കൊടുത്തപ്പോൾ ജസീന്ത ചെറിയൊരു കുഞ്ഞ് മോളവള്, 8-9 വയസ്സ് പ്രായമുള്ളൂ. ആ ജസീന്ത ഇപ്രകാരമാണ് പറഞ്ഞതെന്ന് ലൂസി സാക്ഷ്യപ്പെടുത്തുകയാണ്. നരകദർശനം മൂലം ജസീന്തയുടെ മനസ്സിൽ ദുഃഖത്തിന്റെ അലകൾ അടിച്ചുയർന്നു. നമ്മളിതൊക്കെ കണ്ട അപ്പ മാനസാന്തരപ്പെടും. നമ്മള് അത്രയും ഭീകരമായൊരു കാഴ്ച കുഞ്ഞുങ്ങളെ സ്വർഗം കാണിച്ചു കൊടുത്തു. ആ ഭീകര ദൃശ്യം അവളിൽ ഉളവാക്കിയ ഭീതി മൂലം വലിയ പ്രായശ്ചിത്ത പ്രവർത്തികളും പരിത്യാഗ പ്രവർത്തികളും നിസ്സാരമായിട്ടാണ് ജസീന്ത എന്ന് പറയുന്ന ശുദ്ധാത്മാവിന് തോന്നിയത്. ചിന്തിച്ച ദൈവമക്കളെ, നമ്മള് നരകത്തിന്റെ ഭീകരത കണ്ടപ്പോൾ നരകാഗ്നിയിൽ ആത്മാക്കൾ അലറുന്നു, അവരെ പരിഹസിക്കുന്നു, സ്വയം ദുഷിക്കുന്നു. ഇതെല്ലാം ജസീന്ത കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ പറയാ, വലിയ വലിയ പരിത്യാഗ പ്രവർത്തികളും പ്രായശ്ചിത്ത പ്രവർത്തികളെല്ലാം ഈ തീ നരകത്തിന്റെ മുൻപിൽ എത്രയോ നിസ്സാരമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, നമ്മൾ എന്തുമാത്രം
പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ അലസത മൂലമോ നമ്മുടെ നിസ്സംഗത മൂലമോ ഒരു ആത്മാവ് പോലും തീ നരകത്തിലേക്ക് പോകരുത് എന്നുള്ള ഒരു തീരുമാനം നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് സ്നേഹത്തോടെ പറഞ്ഞേ, നിത്യത ഒരു കെട്ടുകഥയല്ല. പരസ്പരം ഒന്ന് പറഞ്ഞേ, നിത്യത ഒരു കെട്ടുകഥയല്ല. സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലങ്ങൾ ഒരു തമാശ കഥയല്ല. ഒന്ന് പറഞ്ഞേ, സ്വർഗ നരക ശുദ്ധീകരണ സ്ഥലങ്ങൾ ഒരു തമാശ കഥയല്ല. ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുന്നു, ഇത് ആരുടെയും കണ്ടുപിടുത്തമല്ല. കർത്താവിന്റെ സഭ എക്കാലം വിശ്വസിച്ചു പോരുന്ന സത്യമാണിത്. 1035 ഖണ്ഡിൽ സഭ പറയാ, നരകത്തിന്റെ അസ്തിത്വത്തെയും അതിന്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു. മാരക പാപത്തിന്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് പതിക്കുന്നു. ഇത് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന സത്യമാണ് പ്രിയപ്പെട്ടവരെ. മാരക പാപത്തിലായിരിക്കുന്ന ഒരു ആത്മാവ് അനുതപിക്കാതെ മരിച്ചുപോയാൽ ഉടനെ ആത്മാവ് നരകത്തിൽ നിബന്ധിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവമക്കളെ, നിത്യതയുടെ ദർശനത്തിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കണം. ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി 8 നമുക്കറിയാം. സഭയിലെ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധനായ തോമസ് മൂർ. ഒരു അൽമായ വിശുദ്ധനാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ ചാൻസലർ ആയിരുന്നു. ഈ സമയത്ത് ഹെൻറി 8 ദൈവം കൊടുത്ത അവൻ്റെ സ്വന്തം ഭാര്യ കാതറിൻ ഉള്ളപ്പോൾ അവൾ പോരാ എന്ന് തോന്നിയിട്ട് ആനിബോൾ എന്ന് പറയുന്ന മറ്റൊരു സുന്ദരിയായി രാജാവിൻ്റെ ദൃഷ്ടിയിൽ കാണപ്പെട്ട ആ പെണ്ണിനെ ഭാര്യയായി സ്വീകരിക്കുകയാണ്. രാജാവിൻ്റെ വിശ്വസ്ത സുഹൃത്തായിരുന്നു തോമസ് മൂർ. രാജാവ് ചെയ്ത ഈ കഠിന പാപം തെറ്റാണെന്ന്, ഇത് ശരിയല്ല, ഞാനിത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് രാജാവിനെ പരസ്യമായി തോമസ് മൂർ ശാസിക്കുകയാണ്. രാജാവ് ചെയ്ത പ്രവൃത്തി ന്യായീകരിക്കുവാൻ വേണ്ടി സ്ഥാനമാനങ്ങളും ഒരുപാട് പണവും പദവികളൊക്കെ നൽകാമെന്ന് പറഞ്ഞു. തോമസ് മൂർ പറഞ്ഞു, കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി, തികച്ചും ഒരു സഭാ സ്നേഹിയായിരുന്ന അദ്ദേഹം, കർത്താവിന്റെ വചനത്തെ അധിഷ്ഠിതമായി ജീവിച്ച ഒരു വിശുദ്ധനായ വ്യക്തി. അദ്ദേഹം പറഞ്ഞു, നിത്യമായ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ രാജാവേ, ഈ പദവികളൊക്കെ എനിക്ക് എന്താ ഉള്ളത്? അദ്ദേഹം അതൊക്കെ നിരസിച്ചു. അവസാനം ഈ രാജാവ് ഹെൻറി 8 രാജാവ് തോമസ് മൂറെ ജയിലിൽ അടയ്ക്കുകയാണ്. ഇദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആലീസ് എന്ന പേര്, ആലീസ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണുവാൻ വരികയാണ്. ജയിലിൽ കിടക്കുന്ന തോമസ് മൂർ പറയും, അങ്ങ് എന്തായി ചെയ്യുന്നത്? അങ്ങ് എത്രമാത്രം എന്നെ സ്നേഹിച്ചു, ഞാനും അങ്ങ് എത്രമാത്രം സ്നേഹിച്ചു. എന്നോടും നമ്മുടെ മക്കളോടും കൂടെ സുഖമായി ഈ ഭൂമിയിൽ ജീവിക്കേണ്ട അങ്ങ് ഇതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് മരിക്കാൻ ഒരുങ്ങുകയാണോ? അങ്ങ് എന്താ കാണിക്കുന്നത്? പ്ലീസ് ഞങ്ങളെ വിട്ടുപോകരുത്, ഞങ്ങൾക്ക് വേറെ ആരുമില്ലെന്ന് പറഞ്ഞ് ഭാര്യയും മക്കളും ആ വിട്ട് കരയുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിത്യതയുടെ പ്രത്യാശയിൽ പൂരിതമായി തോമസ് മൂർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവളെ, എൻ്റെ പ്രിയപ്പെട്ടവളെ, ഈ ഭൂമിയിൽ എനിക്ക് എത്ര കൊല്ലം ജീവിക്കാമെന്നാണ് നീ വിചാരിക്കുന്നത്? ഈ സമയത്ത് ആലീസ് പറയുന്നൊരു കാര്യമുണ്ട്. ആലീസ് എന്താ പറയുന്നത്? ദൈവം അനുവദിച്ചാൽ 20 കൊല്ലം മാക്സിമം ജീവിക്കാം. നമുക്കതൊന്ന് പറ്റിങ് ഡിസ്പ്ലേ ചെയ്ത് നന്നായിരിക്കും കേട്ടോ. ദൈവം അനുവദിച്ചാൽ 20 വർഷത്തേക്ക്. ഉടനെ തോമസ് മൂർ എന്താ പറഞ്ഞെന്ന് പറഞ്ഞത്? പ്രിയപ്പെട്ടവളെ, നിത്യതയെ 20 വർഷത്തേക്ക് വേണ്ടി വിലപേശുകയാണോ? ഇതൊക്കെ നമ്മുടെ ചങ്കിലേക്ക് തുളച്ചു കയറണം. നീ പ്രിയപ്പെട്ടവളെ, നിത്യതയെ 20 വർഷത്തേക്ക് വേണ്ടി വിലപേശുകയാണോ? അവള് പറയാ, അവളോടും കുഞ്ഞുങ്ങളോടും കൂടി ജീവിക്കാനാ പറഞ്ഞത്. എന്തിനാ ഇങ്ങനെ മരിക്കാൻ പോണത്? എന്തിനാ ജീവൻ നഷ്ടപ്പെടുത്തുന്നത്? ഉടനെ തോമസ് മൂർ പറയാണ്, ലാഭ കച്ചവടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവളെ നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. നീ 20,000 വർഷങ്ങൾ എന്ന് തന്നെ പറഞ്ഞിരുന്നെങ്കിലും നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ
ഈ വർഷങ്ങളെല്ലാം തുച്ഛമാണ്, നിസ്സാരമാണെന്ന് പറഞ്ഞ് തൻ്റെ ഭാര്യയുടെ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി, സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി തോമസ് മൂർ നിലകൊണ്ടു. രക്തസാക്ഷിയായി കർത്താവ് നിത്യമഹത്വത്തിലേക്ക് അദ്ദേഹം ചേർക്കപ്പെടുകയാണ്. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ലോകത്തിന് സുഖങ്ങളിൽ തൂങ്ങിക്കിടക്കാതെ, ഈ ലോകം വെച്ച് നീട്ടിത്തരുന്ന ഇമ്പങ്ങൾക്ക് വേണ്ടി, ജഡീകമായ നശ്വരമായ ചില ഭോഗേച്ഛകൾക്ക് വേണ്ടി, ലാഭങ്ങൾക്ക് വേണ്ടി, ഉന്നതികൾക്ക് വേണ്ടി നമ്മുടെ ആത്മാവിന്റെ രക്ഷ നഷ്ടപ്പെടുത്തി ഞാനും നീയും ജീവിക്കരുത്, ജീവിക്കരുത്, ജീവിക്കരുത്. അത് അപകടമാണെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മെ അറിയിക്കുകയാണ്. സഭയിൽ മറ്റൊരു വലിയൊരു രക്തസാക്ഷിയാണ് പോളികാർപ്പ്. നമ്മുടെ കർത്താവിന്റെ അപ്പോസ്തലനായിരുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ അരുമ ശിഷ്യനായിരുന്നു പോളികാർപ്പ്. സ്മിർണയിലെ മെത്രാനായിരുന്ന അദ്ദേഹം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്നെയാണ് സ്മിർണയിലെ മെത്രാനായ അദ്ദേഹത്തെ അഭിഷേകം ചെയ്തത്. മതപീഡന കാലഘട്ടത്തിൽ രഹസ്യ സമ്മേളനങ്ങളിലൂടെ, തൻ്റെ പ്രാർത്ഥന ശുശ്രൂഷയിലൂടെ, ലേഖനങ്ങളിലൂടെ എല്ലാം വിശ്വാസ സമൂഹത്തെ ഈ വൃദ്ധനായ 86 വയസ്സ് പ്രായമുണ്ടായിരുന്ന പോളികാർപ്പ് ശക്തിപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ മുഴുവൻ ഈ നിത്യതയോടുള്ള ബന്ധത്തിലാണ്. ഇവിടെ നമ്മൾ താൽക്കാലികമാണ്, ഈ ലോക ജീവിതം നശ്വരമാണ്, ഇത് നിസ്സാരമാണ്, നമ്മളിവിടെ അന്യരാണ്, നമ്മളിവിടെ പരദേശികളാണ്. ഇന്ന് കർത്താവ് നമ്മളെ വിളിച്ചാൽ ഈ ലോകത്ത് നമ്മുടെ ജീവിതം എല്ലാം തീർന്ന പോഷകനായ ധനികനോട് കർത്താവ് പറഞ്ഞില്ലേ, അവൻ പറയെ തിന്നും കുടിച്ചും നീ ഇങ്ങനെ സുഖമായി ജീവിച്ചോ. കർത്താവ് പറഞ്ഞു, ബോഷ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിന് ഞാൻ ആവശ്യപ്പെട്ടാൽ നീ സമ്പാദിച്ച ഈ സമ്പാദ്യങ്ങളും നീ നേടിയെടുത്ത ഈ വസ്തുക്കളെല്ലാം ആരുടേതാകും? പലപ്പോഴും ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മുടെ മനസ്സുകളെ പിശാച് ഇന്ന് ബന്ധിച്ചിരിക്കുക. നമ്മുടെ മൈൻഡിനെ സാത്താൻ ബൈൻഡ് ചെയ്തിരിക്കുക. അതുകൊണ്ട് ഈ പ്രകാശം കാണാൻ പറ്റുന്നില്ല, ഈ മഹത്വം കാണാൻ പറ്റുന്നില്ല. ഈ അമ്പാറ്റകളെ പോലെ ഈ ഇത്തിരി വെട്ടത്തിന്റെ വെളിച്ചത്തിന്റെ സുഖത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ഇന്ന് പിശാചിന് പണയം വെച്ച് അനേക ആത്മാക്കൾ ജീവിക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ വേദന തിരിച്ചറിയണം, സ്വർഗത്തിന്റെ തേങ്ങല് തിരിച്ചറിയണം. 86 വയസ്സ് പ്രായമുള്ള പോളികാർപ്പ്. ഈ സമയത്ത് മാർക്കസ് ഔറേലിയൂസ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കാലമാണ്. അദ്ദേഹം യേശുവിനെ തള്ളിപ്പറയുവാൻ, വിശ്വാസം ഉപേക്ഷിക്കാൻ പോളികാർപ്പിനോട് ആവശ്യപ്പെടും. ഈ സമയത്ത് പോളികാർപ്പ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിത്യതയിലേക്ക് നോക്കി അദ്ദേഹം പറയും, എനിക്കിപ്പോൾ 86 വയസ്സ് പ്രായമായി, 86 വർഷമായി ഞാൻ എൻ്റെ കർത്താവിനെ സേവിച്ചു പോരുകയാണ്. ഈ വർഷം എത്രയും എൻ്റെ രാജാവും എൻ്റെ രക്ഷകനുമായ എൻ്റെ ഈശോ എനിക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. നന്മയല്ലാതെ ഒരു ഉപദ്രവവും അവൻ എനിക്ക് വരുത്തി വെച്ചിട്ടില്ല. എൻ്റെ രക്ഷകനായ, എൻ്റെ രാജാവായ എൻ്റെ കർത്താവിനെ ഞാൻ എങ്ങനെ ദുഷിക്കുക, ഞാൻ എങ്ങനെ തള്ളിപ്പറയുക? എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞാൻ എൻ്റെ ഈശോയെ തള്ളിപ്പറയുകയില്ല. ഈ വിശ്വാസ പ്രഖ്യാപനത്തിന് മുമ്പിൽ ക്ഷുഭിതനായ ഔറേലിയൂസും അദ്ദേഹത്തിന്റെ കിങ്കരന്മാരും വൃദ്ധനായ ഈ പോളികാർപ്പിനെ മർദ്ദിക്കുകയാണ്. അദ്ദേഹം പറയും, ഈ എരിയുന്ന തീ കാണിച്ച് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു, എന്നാൽ ദുഷ്ടർക്കായി തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന നിത്യശിക്ഷയുടെ നരകാഗ്നിയെ പറ്റി നിങ്ങൾ അജ്ഞരാണ്. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഇന്ന് അനേകരുടെ പ്രശ്നം ഇതാ. നിത്യശിക്ഷയെ പറ്റിയുള്ള, നിത്യശിക്ഷയുടെ നരകാഗ്നിയെ പറ്റി നിങ്ങൾ അജ്ഞരായതുകൊണ്ടാ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇതുകൊണ്ട് പലരിന്ന് ഈ അജ്ഞതയാണ് ഇന്ന് അനേകർ വിശ്വാസത്യാഗത്തിലേക്ക്, വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങളിലേക്ക്, ജഡീക പാപങ്ങളിലേക്ക്, മാരക പാപങ്ങളിലേക്ക്, ഹൃദയ കാഠിന്യത്തിലേക്ക്, മാത്സര്യത്തിലേക്ക്, വെറുപ്പിലേക്ക്, അഹങ്കാരത്തിലേക്ക്, ഇതിലേക്കെല്ലാം ഇന്ന് അനേകം ആത്മാക്കൾ പോകുന്നുവെങ്കിൽ അതിന്റെ കാരണം നിത്യശിക്ഷയുടെ ആ നരകാഗ്നിയെ കുറിച്ചുള്ള അജ്ഞതയാണ്. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറയും, എനിക്ക് ഭയമില്ല. ഉടനെ പോളികാർപ്പിനെ അവരെന്ത് ചെയ്തു? ഒരു ജീവനോടെ കത്തിക്കുക.
ശ്രദ്ധിക്കണം എന്റെ സഹോദരി സഹോദരങ്ങളെ, ഇത് കെട്ടുകഥയല്ല. സഭാ ചരിത്രത്തിൽ പരിശുദ്ധാത്മാവ് തന്നെ സ്നേഹിച്ച വ്യക്തികളിലൂടെ ചെയ്ത പ്രവർത്തികളാ. ജീവനോടെ കത്തിക്കുമ്പോൾ പോളികാർപ്പിന്റെ ശരീരത്തിൽ തീ സ്പർശനമേൽക്കുന്നില്ല. കർത്താവിന്റെ പ്രവാചന വചനമുണ്ട്, നീ അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, തീജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. ഈ വചനം ലിറ്ററലി പോളികാർപ്പിൽ കൃപയായി തീരുകയാണ്. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന്റെ തേജസ് കൊണ്ട് അദ്ദേഹം പൊതിയപ്പെടുകയാണ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഞാനൊരു പ്രവചനം പറയാ. കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കാതെ, കർത്താവ് അനുവദിക്കാതെ ഒരു വ്യക്തിക്കും നമ്മുടെ ശരീരത്തിൽ തൊടാൻ പറ്റത്തില്ല. ഒരു മുടിനാര പോലും പറിച്ചെടുക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ വ്യക്തികളാകട്ടെ, പ്രസ്ഥാനങ്ങളാകട്ടെ, ശക്തികളാകട്ടെ, ഇനി അന്ധകാര മണ്ഡലങ്ങളാകട്ടെ, കർത്താവ് എന്നെയും നിന്നെയും ഏൽപ്പിച്ചു കൊടുക്കാതെ ആർക്കും നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ജീവന്റെ മേലോ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മൾ ഭയപ്പെടേണ്ട ദൈവമക്കളെ. ഭയം നമ്മളെ പാരലൈസ് ചെയ്ത് കളയും. നമുക്കിന്ന് വേണ്ട ഒരു പ്രവാചക ധീരതയാണ്, ഒരു പ്രൊഫറ്റിക് കറേജ്. ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രൊഫറ്റിക് മിഷൻ നമ്മൾ മറന്നു പോകരുത്. പോളികാർപ്പ് ആത്മശക്തിയോടെ വിളിച്ചു പറയും, ഇതൊന്നും എനിക്ക് വിഷയമല്ല. തീ കത്തുന്നുണ്ട്, ശരീരത്തിലൊന്നും ഏൽക്കുന്നില്ല. കാരണം കർത്താവിന്റെ ഗ്ലോറിയ, ചുറ്റും കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം ഇങ്ങനെ മൂടി നിൽക്കുകയല്ലേ. ഹല്ലേലൂയ. തീമതിലായി തീക്കോട്ടയായി കർത്താവ് നിലയുറപ്പിക്കുകയാണ്. സംഭവിച്ചത് എന്താ ദൈവമക്കളെ? അവസാനം അദ്ദേഹത്തെ കുന്തം കൊണ്ട് അദ്ദേഹത്തെ കുത്തി കൊലപ്പെടുത്തുകയാണ്. മരണസമയത്ത് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? എൻ്റെ പിതാവേ, രക്തസാക്ഷികളുടെ സഹവാസത്തിൽ ക്രിസ്തുവിന്റെ പാനപാത്രത്തിൽ പങ്കുചേരാൻ എന്നെ യോഗ്യനാക്കിയ ഈ മണിക്കൂറിനായി ഞാൻ അങ്ങയെ പുകഴ്ത്തുന്നു. ഹല്ലേലൂയ. അദ്ദേഹം കർത്താവ് തനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യ വസതിയിലേക്ക്, ഇറ്റേണൽ ഗ്ലോറിയിലേക്ക് അദ്ദേഹം സ്നേഹത്തോടെ യാത്രയാവുക. നമ്മൾ പാടുന്നില്ലേ, എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എൻ്റെ ദേശം, അതൊന്ന് അഭിമാനത്തോടങ്ങ് പാടുകേ, ആഴമായ ബോധ്യത്തോടൊന്ന് പാടുകേ. ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. വിശുദ്ധ പൗലോസിനെ പൗലോസാക്കിയത് ഈ നിത്യതയുടെ ദർശനമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും പൗലോസ്ലീഗ എന്തൊരു ജീവിതമായിരുന്നു, എന്തുമാത്രം ആക്ഷേപങ്ങൾ, അപഖ്യാതികള്, സഹനങ്ങള്, ഞെരുക്കങ്ങള്, സങ്കടങ്ങള്, പീഡനങ്ങള്, ദാരിദ്ര്യങ്ങള്, ബുദ്ധിമുട്ടുകള്, കഷ്ടതകള് പൗലോസ് അപ്പോസ്തലൻ നേരിടേണ്ടി വന്നു. ഇതിന്റെ നടുവിലും കൂസലില്ലാതെ, ഭയമില്ലാതെ, ആനന്ദത്തോടെ, അഭിഷേകത്തോടെ, സമർപ്പണത്തോടെ, ധീരതയോടെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ. എവിടുന്ന് കിട്ടി ഈ ധീരത? എവിടുന്ന് കിട്ടി സമർപ്പണം? എവിടുന്ന് കിട്ടി അഭിഷേകം? അതിന് കാരണം എന്താണെന്നറിയോ? നിത്യതയുടെ ദർശനമാണ്, നിത്യതയുടെ പ്രകാശം അപ്പോസ്തലൻ പൗലോസിന്റെ ആത്മാവിൽ കത്തിയിരുന്നു. കൊരിന്ത്യർ സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 1-2 വചനങ്ങളിൽ പൗലോസ് ഇത് പറയുന്നുണ്ട്. നമുക്ക് ഈ സെഷന്റെ അവസാന ഭാഗങ്ങളിലോട്ട് വരാം. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഞാനും നിങ്ങളും വസിക്കുന്ന ഈ ഭൗമികമായ ഭവനം നശിച്ചു പോകും. നമ്മള് സുന്ദരമായ വീടുകൾ പണി, വീടൊക്കെ നല്ലത് ദൈവമക്കളെ, പക്ഷെ അത് ആർഭാടങ്ങളാകരുത്. കോടികൾ മുടക്കി മത്സരിച്ചുകൊണ്ട് ഭവനങ്ങൾ പണിയുന്നു. ഞാൻ വിശ്വസിക്കുന്നു അതിലൊക്കെ എന്തുമാത്രം കർത്താവ് ഉണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം. നമുക്ക് താമസിക്കാൻ നല്ലൊരു ഭവനം വേണം, അത് ആവശ്യമാണ്. എന്നാൽ 5 കോടിയും 10 കോടിയും ഒക്കെ മുടക്കി ഭവനം പണിയുന്ന എത്രയോ ജീവിതങ്ങൾ പൗലോസ് പറയാ ഇതൊക്കെ നശിച്ചു പോകും. എന്നാൽ മനുഷ്യനിർമ്മിതമല്ലാത്തത്, മനുഷ്യ നിർമ്മിക്കാത്ത ദൈവത്തിന്റെ കരങ്ങളാൽ നിർമ്മിതമായ ഒരു സ്വർഗീയമായ ഭവനം, ശാശ്വതമായ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ ഒരു ഉറപ്പാണ് പൗലോസിനെ പൗലോസാക്കി മാറ്റിയത്.
ഈ ഒരു ഉറപ്പാണ് വിശുദ്ധരെ വിശുദ്ധരാക്കി മാറ്റിയത്. ഈ ഒരു ഉറപ്പാണ് രക്തസാക്ഷികളെ രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ചത്. ഈ ഒരു ഉറപ്പാണ് അനേകം കന്യകകള് തങ്ങളുടെ കന്യകാത്വവും ശുദ്ധതയും കർത്താവിന് കൊടുത്ത് യേശുവിന്റെ ബലിയാത്മാക്കളായി ജീവിക്കുവാൻ അവരെ പ്രാപ്തരാക്കിയത്. ജീസസ്, ജീസസ്, ഓ ജീസസ്, ഗ്ലോറി. ശക്തമായ ഒരു അഭിഷേക ദൈവം തരികയാണ്. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ചങ്കിൽ ഈ ഉറപ്പ് എത്ര പേർക്കുണ്ട്? എത്ര പേർക്കുണ്ട്? എത്ര പേർക്കുണ്ട്? ഇന്ന് ഈ സമയം കർത്താവ് എന്നെയും നിന്നെയും വിളിച്ചാൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും? എൻ്റെ പ്രാർത്ഥന വിളിക്കരുതേ എന്ന എനിക്കിപ്പോഴും ഉറപ്പ് കിട്ടിയിട്ടില്ല. ഈശോയേ, 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 ഈശോയേ. പൗലോസ് പറയാ, കർത്താവ് എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ വസന്തി, ആ സ്വർഗീയ ഭവനം ധരിക്കുവാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ്, ഞാൻ കൊതിക്കുകയാണ്. ദൈവമേ, എന്നാ ഒരു ഉറപ്പായിരുന്നു. താൻ ഈ ലോകം വിട്ടു പോയാൽ അടുത്ത സെക്കൻഡിൽ കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യമഹത്വത്തിലായിരിക്കുമെന്ന് പൗലോസിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഉറപ്പ്, ഉറപ്പ്, ഉറപ്പ്. ഈ ഉറപ്പിലേക്ക് നമ്മൾ വരണം ദൈവമക്കളെ. അതിന് ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഇവിടെ കർത്താവിനോട് ഐക്യപ്പെട്ട് നിത്യജീവന്റെ ജീവിതം നമ്മൾ ഈ ലോകത്തിൽ നയിക്കണം. അതാണ് വിശുദ്ധര് ചെയ്തത്. അവസാനമായൊരു വചനം നമുക്കൊന്ന് കേൾക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങള് 7-ാം അധ്യായം. എസ്തഫാനോസാണ് സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി. ഈ ലോകത്തിന് നിസ്സാരത, ഇവിടെ അബ്രഹാം കടിയകുഴിയച്ചൻ പറഞ്ഞതുപോലെ ഒരു സോപ്പ് വെള്ളത്തിന് മുൻപില് ഒരു സോപ്പ് പതപ്പിച്ചാൽ പോകുന്നതാണ് ഈ കോവിഡ്, ഈ കൊറോണ വൈറസ്. അതിനു മുമ്പിൽ ലോകം പകച്ചു. ഈ ലോകത്തിന് നിസ്സാരത, ടെക്നോളജിയുടെ നിസ്സാരത, സയൻസിന്റെ നിസ്സാരത, കണ്ടുപിടുത്തങ്ങളുടെ നിസ്സാരത, നമ്മൾ വാരിക്കൂട്ടിയ സ്വത്തും സമ്പാദ്യത്തിന് നിസ്സാരത, കർത്താവ് നമ്മളെ പഠിപ്പിച്ച ദിനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയത്. എന്നിട്ട് നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വലിയ നഷ്ടങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. വലിയ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. മൺമയമാമിയുലകിൽ കാൺമതുമായ വൻമഹിമ ധനസുഖങ്ങൾ സകലവുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ദരിദ്രനാണെങ്കിലും, എന്തുമാത്രം സുന്ദരനും സുന്ദരിയാണെങ്കിലും വിരൂപനാണെങ്കിലും, കഴിവുള്ളവനാണെങ്കിലും കഴിവുകേടുള്ളവനാണെങ്കിലും, ശക്തനാണെങ്കിലും ബലഹീനനാണെങ്കിലും, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോകേണ്ടവരാണ്. നിത്യതയിലേക്ക് പോകേണ്ടവരാണ്. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ട് നാളെ വാടും പൂക്കളെ പോലെ. ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ സമ്പാദ്യങ്ങളൊക്കെ വിട്ട് ദൈവമക്കളെ, ഇതെല്ലാം വിട്ട് കളയാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? നശിപ്പിച്ച് കളയാനല്ല. അതൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമ്മുടെ ആയുസ്സിൻ്റെ നീളം കർത്താവിന് മാത്രമേ അറിയൂ. നമുക്ക് പെട്ടെന്ന് വചനത്തിലോട്ട് വരാം. അപ്പോസ്തല പ്രവർത്തനം 7:54, 55, 56 വചനങ്ങൾ. എസ്തഫാനോസിനെ നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ച് അവർ പാഞ്ഞെടുത്തു. ഈ സമയത്ത് എസ്തഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ ദർശനമുണ്ടായി പരിശുദ്ധാത്മ ശക്തിയാല്. കല്ലേറുകൾ ശരീരത്തിൽ വന്ന് വീഴുമ്പോൾ ഭൂമാലകൾ വന്ന് വീഴുന്ന പോലെയാ എസ്തഫാനോസിന് തോന്നിയത്. കഠോരമായ വേദനയുടെ നടുവിൽ, പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ
തൻ്റെ ആത്മാവിനെ കർത്താവിനായി സമർപ്പിച്ചുകൊണ്ട് തന്നെ കല്ലെറിഞ്ഞവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ സഹനങ്ങളെല്ലാം കൃപകളായി എസഫാനോ സ്വീകരിച്ചു. എന്തുകൊണ്ട് ദൈവമക്കളെ, എന്തുകൊണ്ട് സഹിക്കാൻ നമുക്ക് പറ്റാത്തത്? എന്തുകൊണ്ട് സഹനങ്ങൾ നമുക്ക് ഭയമായി മാറുന്നത്? എന്തുകൊണ്ട് സഹനങ്ങളിൽ നമ്മൾ ഓടി ഒളിക്കുന്നത്? നമുക്കിപ്പോഴും നിത്യതയുടെ വെളിച്ചം കിട്ടിയിട്ടില്ല. നിത്യതയുടെ വെളിച്ചം കിട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ആ മുഖത്ത് ഇപ്പോഴും കണ്ടിട്ടില്ല. എസഫാനോ സ്വർഗം കണ്ടു, കർത്താവ് നിൽക്കുന്നതായി കണ്ടു. കല്ലേറുകൾ പൂമാലകളായി തോന്നി, സഹനങ്ങൾ കൃപകളായി തോന്നി. ഹല്ലേലൂയ! ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ! ഒരിക്കൽ വർഷങ്ങളായി ആഫ്രിക്കയിലൊക്കെ മിഷൻ ചെയ്ത് പോകുന്നൊരു മിഷണറി തൻ്റെ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം കപ്പലിലാണ് യാത്ര. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ആ കപ്പലിൽ അവിടുത്തെ ഒരു പ്രഭു നായാട്ടൊക്കെ കഴിഞ്ഞ് അദ്ദേഹം കപ്പലിലുണ്ടായിരുന്നു. യാത്ര തിരിച്ച് അവരെ നാട്ടിലെത്തി. ഈ പ്രഭുവിനെ സ്വീകരിക്കാൻ കൊട്ടും വാദ്യവും മേളങ്ങളായി ജനക്കൂട്ടങ്ങൾ ആയിരങ്ങൾ വന്ന് കൂടിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് നായാട്ടൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹത്തെ സ്വീകരിക്കുവാൻ. കർത്താവിൻ്റെ ഈ മിഷനറി ചിന്തിച്ചു, ഞാൻ വളരെ വർഷങ്ങളായി മിഷൻ ചെയ്ത് കർത്താവിന് വേണ്ടി അധ്വാനിച്ച് എൻ്റെ ആരോഗ്യവും സമയവും സമ്പത്തും എല്ലാം കർത്താവിന് വേണ്ടി കൊടുത്ത് എന്നെ ഒരു നോക്ക് കാണുവാൻ പോലും ആരുമില്ലല്ലോ. ഈ സമയത്ത് അദ്ദേഹം ഒരു ശബ്ദം കേൾക്കുക. അത് കർത്താവിൻ്റെ ശബ്ദമാണ്. കർത്താവ് പറഞ്ഞു, മൈ സൺ യു ആർ നോട്ട് അറ്റ് ഹോം. എൻ്റെ മകനെ, നീ ഇപ്പോഴും നിന്റെ ഭവനത്തിലെത്തിയിട്ടില്ല. നീ നിന്റെ ഭവനത്തിലെത്തുമ്പോൾ ഈ കൊട്ടും കുറവിയെന്നല്ല, അസംഖ്യ മാലാഖമാരും വിശുദ്ധരും പ്രവാചകരും അമ്മമാതാവും ഔസേപിതാവും സകല വിശുദ്ധരും പൂർവ്വപിതാക്കളൊക്കെ നിന്നെ സ്വീകരിക്കുവാനായി സ്വർഗ കവാടത്തിൽ നിൽക്കുകയാണ്. എസഫാനോസ് അതാ കണ്ടത്. യേശു നിൽക്കുന്നതായി കാണുക. കാരണം എന്താ? അടുത്ത സെക്കൻഡിൽ സ്വർഗത്തിലാണ്. തന്റെ വിശ്വസ്ത സാക്ഷിയായ എസഫാനോസിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുകയാ. ഹല്ലേലൂയ! ഹല്ലേലൂയ! എത്ര സുന്ദരമായൊരു ജീവിതം ഈശോ തന്നിരിക്കുന്ന ദൈവമക്കളെ, ഞങ്ങളിത് മനസ്സിലാക്കണം. അസീസിയിലെ ക്ലാര പറഞ്ഞു, ഇഹത്തിലെ നമ്മുടെ അധ്വാനം ഹ്രസ്വമാണ്, അതിൻ്റെ പ്രതിഫലം ശാശ്വതമാണ്. നിഴൽ പോലെ മായുന്ന ലോകത്തിൻ്റെ ആരവങ്ങളിൽ നിങ്ങൾ പതറരുത്. മോഹത്തിൻ്റെ ഈ ലോകത്തിൻ്റെ പൊള്ളയായ സന്തോഷങ്ങളിൽ വഞ്ചിതരാകാൻ അനുവദിക്കരുത്. എൻ്റെ അനുജന്മാർ, അനുജത്തിമാരെ, എൻ്റെ യുവജനങ്ങളെ, നിങ്ങൾ തീ പിടിച്ച ആത്മാക്കളാകണം. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ തീ പിടിച്ച കർത്താവിൻ്റെ കുഞ്ഞുങ്ങളാകണം. എൻ്റെ ദമ്പതിമാരെ, എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കർത്താവിന് വേണ്ടി, അവിടുത്തെ സഭയ്ക്ക് വേണ്ടി തീ പിടിച്ച ആത്മാക്കളാകണം. കർത്താവ് എന്ത് ചോദിച്ചാലും മറുചോദ്യമില്ലാതെ അതെല്ലാം കർത്താവിനായി എറിഞ്ഞു കൊടുക്കാൻ സമർപ്പണമുള്ള ആത്മാക്കള്. ബഹുമാനപ്പെട്ട എൻ്റെ സമർപ്പിതരെ, വന്യവൈദികരെ, തീ പിടിച്ച സമർപ്പിതരെ, തീ പിടിച്ച വൈദികരായി മാറണം. ഇത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്. ഇത് കർത്താവിൻ്റെ അഭിലാഷമാണ്. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ഈ കൃപയാൽ നമ്മൾ നിറയുവാൻ എല്ലാവരും ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ആത്മാവിനെ വിളിച്ച് ദൈവത്തിന്റെ തീ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ കാറ്റടിക്കട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. നിത്യതയുടെ വെളിച്ചത്തിലേക്ക്, നിത്യജീവിന്റെ പ്രകാശത്തിലേക്ക് അനേകർ കടന്നു വരട്ടെ, അനേകർ കടന്നു വരട്ടെ. കരമുയർത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, സമർപ്പിതരെ, വൈദികരെ, ജനം മുഴുവനെ സമർപ്പിച്ച് ലോകരാജ്യങ്ങളെ, ഭൂഖണ്ഡങ്ങളെ എല്ലാം സമർപ്പിച്ച് ആത്മാവിന്റെ തീ ഇറങ്ങാൻ, ആത്മാവിന്റെ കാറ്റടിക്കാൻ കരമുയർത്തി വിളിക്കുന്നു പരിശുദ്ധാത്മാവേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. പവർ, പവർ, പവർ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയുടെ 36-ാം ദിനത്തിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. നാളെ ബഹുമാനപ്പെട്ട അബ്രഹാം കടിയക്കുടിയച്ചൻ പ്രത്യേകമായൊരു കാര്യം നമ്മൾ അറിയിക്കും. ഈ 40 ദിനങ്ങളിലെ ശുശ്രൂഷകളിൽ ചെറിയൊരു ക്രമീകരണ മാറ്റം ഉണ്ടാവുകയാണ്. അത് നാളെ അച്ഛൻ ഒഫീഷ്യലായിട്ട് അറിയിക്കും. കഞ്ചിക്കോട്ട് റാണി ചേച്ചിക്ക് അമ്മമാതാവ് നൽകിയ സന്ദേശങ്ങൾ, അത് 51 സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളെല്ലാം പൂർണ്ണമായി തീരണമെങ്കിൽ ഈ ശുശ്രൂഷ അല്പദിനം കൂടി നീട്ടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അനേകർ എന്നോട് ആവശ്യപ്പെട്ടു,
ബ്രദറെ ഇത് കുറച്ച് ദിവസം കൂടി നീട്ടണം. അങ്ങനെ നീട്ടിയതല്ല, ആ സന്ദേശങ്ങൾ മുഴുവൻ കേൾക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൻ്റെ ആവശ്യമായതുകൊണ്ട് അതിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് നാളെ ബഹുമാനപ്പെട്ട അബ്രഹാം കടിയക്കുഴിച്ച് നമ്മോട് പറയും. നമുക്കെല്ലാവർക്കും വളരെ സ്നേഹത്തോടെ, പലരും 40 ദിവസം പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരങ്ങനെ തന്നെ പ്രാർത്ഥിച്ചോ. അതിനുശേഷം അത് 40-ാം ദിനത്തിൽ ബഹുമാനപ്പെട്ട അഭിമന്യ സാമുവേൽ അരിനിസ് പിതാവ് ഷെക്കേന നമ്മുടെ ഈ ഓഫീസ്, ഈ സ്റ്റുഡിയോയിൽ വന്ന് നമുക്ക് വേണ്ടി ലൈവ് ശുശ്രൂഷ ചെയ്യും. ബാക്കി നമുക്ക് വരുന്ന ദിവസങ്ങൾ കൂടി നമുക്ക് ഈ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷയിൽ സ്നേഹപൂർവ്വം പങ്കെടുത്ത് സഭയെ ശക്തിപ്പെടുത്തുവാനും അനേകം ആത്മാക്കൾ ഈശോയ്ക്ക് വേണ്ടി നേടുവാനും നമുക്കൊരുങ്ങാം. റാണി ചേച്ചിക്ക് അമ്മ നൽകിയ സന്ദേശങ്ങൾ വളരെ പ്രാർത്ഥനയോടെ, താഴ്മയോടെ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവത്തിന് സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ദൈവാനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ദൈവാത്മാവിൻ്റെ പ്രചോദനത്താൽ ജീവിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, മക്കളെ, നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും ഒരു വ്യവസ്ഥയില്ലാതെ ഈശോ നിങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട്. പാപം ചെയ്യാതെ, പാപത്തെ സ്നേഹിക്കാതെ, പാപത്തെ സാഹചര്യത്തോടെ വെറുത്ത് ഉപേക്ഷിച്ച് നന്മയിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചു നമ്മൾ ഇന്നലെ. അമ്മ നമ്മെ നയിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുന്നുണ്ട്. എല്ലാവരിലും ആത്മീയ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പ്രതീക്ഷിക്കട്ടെ. വിശ്വാസത്തിൻ്റെ വിളക്കിൽ ദൈവിക വിജയം ആഘോഷിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധ അമ്മ പറയുന്നു, ലോക തടവിൽ നിന്ന് മനുഷ്യമക്കളെ സ്വതന്ത്രരാക്കാൻ, അവിടുത്തെ അങ്കിക്കുള്ളിൽ നിങ്ങളെ സംരക്ഷിക്കാൻ, സ്നേഹം കൊണ്ട് നിങ്ങളെ പൊതിയാൻ ഒന്നു മാത്രം നിങ്ങൾ ചെയ്യൂ. എന്താ അമ്മ ചെയ്യാൻ പറയുന്നത്? നിങ്ങൾക്കുള്ളത് വൈകാതെ അവിടത്തേക്ക് സമർപ്പിക്കൂ. മീറയും സ്വർണവും കുന്തിരിക്കവും പോലെ അവിടുന്ന് അത് സ്വീകരിക്കും. അമ്മ വീണ്ടും പറയുന്നു, മക്കളെ, നിങ്ങൾ ഒന്ന് മാത്രം ചെയ്താൽ മതി. സ്നേഹം കൊണ്ട് യേശുവിനെ പൊതിയാൻ, യേശുവിൻ്റെ തിരുഹൃദയമാകുന്ന അങ്കിക്കുള്ളിൽ നിങ്ങൾക്ക് കയറാൻ, അവിടുത്തെ സംരക്ഷണം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ, നിങ്ങൾ സുരക്ഷിതരാണെന്ന ബോധ്യം നിങ്ങൾക്ക് ലഭിക്കാൻ ഒന്ന് മാത്രം ചെയ്യുക. ഒരു കാര്യം. എന്താ കാര്യം? നമുക്കുള്ളത് എന്താണോ, നമ്മൾ എന്താണോ, നീ പാപിയാകാം, നീ രോഗിയാകാം, നിരാശയിലാകാം, സങ്കടങ്ങളുണ്ടാകാം, നെടുവീർപ്പുകളാൽ നീ വിഷമിക്കുന്നുണ്ട്, നിനക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നിന്റെ ജീവിതത്തിൽ ഒരു ഉത്തരവും ഇല്ലായിരിക്കാം, നിനക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. ഇതെല്ലാം ദൈവിക പദ്ധതിയോട് ചേർന്ന് നീ ചിന്തിച്ചിട്ട് നീ എന്താണോ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കാൻ. അതെങ്ങനെയാണെന്നോ ഈശോ സ്വീകരിക്കുന്നേ? കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ പൂജരാജാക്കന്മാർ വന്ന് മീറയും സ്വർണവും കുന്തിരിക്കവും കാഴ്ചവെച്ചു എന്ന് വചനം പറയുന്നില്ലേ? അതുപോലെയാണെന്ന്. പൂജരാജാക്കന്മാർക്ക് ദൈവിക വെളിപ്പാടുകൾ ഉണ്ടായിട്ട് വെളിപാടുകളെ സ്വീകരിച്ചുകൊണ്ട് രക്ഷകനായി പിറന്ന ഉണ്ണിമിശിഹായെ മറിയത്തോടും യൗസേപ്പിതാവിനോടും കൂടി ആരാധിക്കാനായി വിദൂരതയിൽ നിന്ന് പുറപ്പെട്ട രാജാക്കന്മാരുടെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്ത സ്വർണം, അതിനൊക്കെ പ്രതീകങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്. സ്വർണം, മീറ, കുന്തിരിക്കം. തിരുസഭയിൽ അതൊക്കെ വളരെ അർത്ഥമുള്ള സംഭവങ്ങളാണ്. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ ധൂപം അർപ്പിക്കുന്നു. കുന്തിരിക്കം, സ്വർണത്തിനും അത് പറയുമ്പോൾ അതിൻ്റെതായ അർത്ഥമുണ്ട്. അങ്ങനെ ആ സ്വർണവും മീറയും കുന്തിരിക്കവും പോലെ ഈശോ അത് സ്വീകരിക്കുന്നു. എന്തൊരു അത്ഭുത! നമ്മുടെ ജീവിതം എത്ര അഴുക്കിലാണെങ്കിലും നീ അവിടെ നിന്ന് എഴുന്നേക്കാൻ സഹായിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട്, കുഞ്ഞെ, നിന്റെ ജീവിതം കർത്താവിന് സമർപ്പിക്കേ. അപ്പൊ കർത്താവ് അഴുക്ക് നിറഞ്ഞ ഒരു ജീവിതമായിട്ടല്ല അത് സ്വീകരിക്കുക.
സ്വർണം, മീറ, കുന്തിരിക്കം. ദൈവസന്നിധിയിൽ നിന്റെ ജീവിതം ഒരു ധൂപാർപ്പണമായിട്ട് സ്വീകരിക്കപ്പെടുകയാണ്. ഉണ്ണീശോ, കുഞ്ഞുണ്ണീശോ എങ്ങനെയാണ് സ്വർണവും കുന്തിരിക്കവും മീറയും സ്വീകരിച്ചത്? അത് ആരാധനയ്ക്ക് ഏറ്റവും ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. അത് എങ്ങനെയാണ് എടുത്തത്, അതുപോലെ ദൈവം നിന്നെ എടുക്കുന്ന അമ്മ ഉറപ്പ് തന്നിട്ടുള്ളത്. അമ്മ പറഞ്ഞാൽ പിന്നെ അതിനൊരു തെറ്റില്ല. അമ്മ പറഞ്ഞാൽ അത് ശരിയാണ്. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, നീ ഏതവസ്ഥയിലാണെങ്കിലും, നിന്റെ ഏതൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഉണ്ടെങ്കിലും, എത്ര കണ്ണീർ കയത്തിലാണെങ്കിലും, ദൈവമേ ഇതിൽ നിന്നൊരു മോചനമില്ലേ എന്ന് ചിന്തിച്ച് നെടുവീർപ്പിട്ടുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരും സമ്പന്നരും ദരിദ്രരും പാവപ്പെട്ടവനും പാമരനും എല്ലാം ഈ നിമിഷത്തിൽ ഒരു കാര്യം ചെയ്യേ. കുഞ്ഞെ, നീ ഏതവസ്ഥയാണെങ്കിലും അത് കർത്താവിന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുകയും, അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിക്കുമ്പോൾ സാധ്യമാകുന്നത് അഴുക്കുകളും ചുളിവുകളും കറകളും എല്ലാം അമ്മ തുടച്ച് വൃത്തിയാക്കും. എന്നിട്ട് കുഞ്ഞിനെ സമർപ്പിക്കുക. ആ സമർപ്പണം സ്വർണം പോലെ, മീറ പോലെ, കുന്തിരിക്കം പോലെ ഒരു ധൂപാർപ്പണമായിട്ട്, ഒരു ബലിക്കുള്ള ഒരുക്കമായിട്ട് നിന്റെ ജീവിതത്തെ തന്നെ ഈശോ ഏറ്റെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അമ്മ പറയുന്നു, സ്നേഹം എന്ന സ്വർഗീയ നിയമം പാലിക്കൂ. സ്നേഹം സ്വർഗീയ നിയമമാണെന്ന് അമ്മ പറയുന്നേ. ഈശോ പറഞ്ഞു, ഞാൻ സ്നേഹമാകുന്നു. യേശു സ്നേഹമാകുന്നു. എന്നിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവത്തിൽ വസിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു. ആ ദൈവത്തെ സ്നേഹിക്കുക എന്ന സ്വർഗീയ നിയമം, അത് സ്വർഗീയ നിയമമായിട്ട് കാണുന്നവർക്ക് ഈ ലോകത്തെയും സ്വർഗീയമായിട്ട് സ്നേഹിക്കാൻ പറ്റും. നന്മ കണ്ട് സ്നേഹിക്കാൻ പറ്റും. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മറ്റുള്ളവരോടുള്ള സ്നേഹമല്ല ഉദ്ദേശിക്കുന്നേ. സ്നേഹം, പരിശുദ്ധമായ സ്നേഹം സ്വർഗത്തിൻ്റെ നിയമമാണ്. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അത് സ്നേഹം മാത്രമായിട്ട് നമുക്ക് അനുഭവപ്പെടും. ആ സ്വർഗത്തിൽ നമ്മൾ എത്തേണ്ടേ? അതിനുവേണ്ടി സ്വർഗീയ നിയമം പാലിക്കൂ. കൂദാശ ജീവിതവും അനുതാപവും ജപമാല പ്രാർത്ഥനയും സ്വയം പരിത്യജിക്കലും ജീവിതത്തിലെ ഭാഗമാക്കൂ. ഇന്ദ്രിയ നിഗ്രഹണവും ആത്മീയ പരിത്യാഗവും സ്വയം നിയന്ത്രണവും സംയമനവും നമുക്ക് ആവശ്യമാണെന്ന് അമ്മ പറയാ. അനുതപിക്കണം, കൂദാശകൾ സ്വീകരിച്ച് ജീവിക്കണം, കൂദാശയായി മാറണം. ജപമാല പ്രാർത്ഥന കൈവിടരുത്. സ്വയം പരിത്യജിക്കുക. ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റിവെച്ചു ഒന്ന് പ്രാർത്ഥിച്ചേ. ഇഷ്ടമുള്ള ഭക്ഷണമോ ഇഷ്ടമുള്ള വസ്തുക്കളോ, അങ്ങനെ നമുക്ക് ഇഷ്ടമെന്ന് തോന്നുന്നതും മറ്റുള്ളവരുടെ മുൻപിൽ പ്രശംസയ്ക്ക് യോഗ്യമാണെന്ന് മാനുഷിക ബുദ്ധി ചിന്തിക്കുന്നതുമായ ചില കാര്യങ്ങൾ, അതൊക്കെ കർത്താവിൻ്റെ മുൻപിൽ വലിയ കാര്യങ്ങളാണ്. അങ്ങനെ സ്വയം പരിത്യജിക്കലിലൂടെ, കൊച്ചു കൊച്ചു ത്യാഗങ്ങളിലൂടെ ജീവിച്ചിട്ട് അത് ജീവിതത്തിലെ ഭാഗമാക്കൂ. ഈ അമ്മയുടെ വിമല ഹൃദയത്തിൽ എല്ലാം സമർപ്പിക്കൂ. നിങ്ങളെ രക്ഷിക്കാനും പിതാവിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കാനും എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും വിശുദ്ധിയുള്ള ജീവിതവും ആവശ്യമാണ്. അമ്മ അത് ആവശ്യപ്പെടുന്നത് നമ്മളിൽ നിന്ന്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആവശ്യപ്പെടാറില്ലേ? അമ്മ ആവശ്യപ്പെടുന്നത് ഇതാ, നിങ്ങളുടെ വിശുദ്ധിയുള്ള ജീവിതം, പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ കൂദാശകളുണ്ട്, ജപമാല പ്രാർത്ഥനയുണ്ട്, അനുതാപമുണ്ട്, പരിത്യാഗങ്ങളുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഭയപ്പെടാതെ പാപത്തെ വെറുത്ത് എൻ്റെ പൊന്നുണ്ണിയെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിച്ച് ഈ അമ്മയുടെ കണ്ണുനീർ കുറയ്ക്കാൻ നിങ്ങൾ തയ്യാറാകില്ലേ? അമ്മ ചോദിക്കുക മക്കളോട്. പാപത്തെ വെറുക്കാൻ ഭയപ്പാട് പാടില്ല. ഭയപ്പെടാതെ പാപത്തെ വെറുത്ത് നമ്മുടെ കർത്താവിനെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിച്ച് ഈ അമ്മയുടെ കണ്ണുനീർ കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കില്ലേ?
തയ്യാറാകില്ലേ? മക്കളെ, അസ്തമയത്തിന് മുൻപ്, രാത്രിയുടെ ആഗമനത്തിന് മുൻപ് ഈ അമ്മയുടെ സ്വരം നിങ്ങൾ ശ്രവിക്കൂ. അമ്മയ്ക്ക് പറയാനുള്ളത് അതാ. മക്കളെ, അസ്തമയത്തിന് മുൻപ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ്, രാത്രി വരുന്നതിന് മുൻപ്. എപ്പോഴാ രാത്രി വരിക? സൂര്യൻ അസ്തമിക്കുമ്പോഴല്ലേ? നമ്മുടെ നീതി സൂര്യനായ രക്ഷകനായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നിന്ന് അസ്തമിച്ചു പോകുന്നതിന് മുൻപ്, എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറയുന്ന നീതി സൂര്യനായ കർത്താവ് നിന്റെ ജീവിതത്തിൻ്റെ പാപ വഴികളെ കണ്ട് നിനക്ക് കർത്താവിനെ കാണാൻ പറ്റാത്ത വിധത്തിൽ ദൈവാനുഭവങ്ങൾ അസ്തമിച്ചു പോകുമ്പോൾ അത് നിനക്ക് അന്ധകാരവും ഇരുട്ടും രാത്രിയുമായിരിക്കും. അതുകൊണ്ട് അസ്തമനത്തിന് മുൻപ് നീ ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അസ്തമിച്ചു പോകും. ആ അസ്തമനത്തിന് മുൻപ്, രാത്രിയുടെ തിന്മയുടെ ആഗമനത്തിന് മുൻപ് അമ്മയുടെ സ്വരം ശ്രദ്ധിക്കൂ. രക്ഷയുടെ പാത നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ വിസ്തൃതമല്ല, സുഖകരവുമല്ല. വിശുദ്ധീകരണത്തിനായി ലഭിക്കുന്ന സഹന സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി കുരിശിൻ പാതയിലൂടെ ഈ അമ്മയോടൊപ്പം മുന്നേറാനായിട്ട് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നു. നാശത്തിൻ്റെ പാത നിങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ, പെറ്റമ്മ പറയുന്നതിനേക്കാളും വലിയ കൃപയോടും ദാഹത്തോടും കൂടെ ശ്രവിക്കണമേ. നാശത്തിൻ്റെ പാത, ആത്മാക്കളെ നശിപ്പിക്കുന്ന വഴി നിങ്ങൾക്ക് മുൻപിൽ തുറന്നിട്ടിരിക്കുന്ന, വിശാലമായി തുറന്നിട്ടിരിക്കുന്ന തിന്മയുടെ വാക്കുകൾക്ക് മുൻതൂക്കം കൊടുക്കാതെ നാശത്തിൻ്റെ പാത ഉപേക്ഷിച്ചിട്ട് ശത്രുവിൻ്റെ പീഡനം ഏറ്റുവാങ്ങുമ്പോൾ, ഉപേക്ഷിക്കാൻ അമ്മ പറയുന്നു, അല്ലെങ്കിൽ ശത്രുവിൻ്റെ പീഡനം ഏറ്റുവാങ്ങുമ്പോൾ രക്ഷിക്കാൻ ആർക്കു സാധിക്കും? പരിശുദ്ധ അമ്മ ചോദിക്കുക. നാശത്തിൻ്റെ പാതയിലൂടെ പോയിട്ട് ഞാൻ രക്ഷപ്പെടുന്നില്ല, എനിക്ക് രക്ഷ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേവലാതിപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ്. വരൂ മക്കളെ, സ്നേഹത്തിൻ്റെ പാരമ്യം, കരുണക്കടൽ നിങ്ങളെ ദയയോടെ കരുണയോടെ വിളിക്കുന്നു. ഈശോ നമ്മെ വിളിക്കുകയാണ്. ദയയുടെ പാരമ്യം, കാരുണ്യത്തിൻ്റെ നിറവ് നമ്മെ വിളിക്കുന്നു എന്ന് കരുണയുടെ അമ്മ കണ്ണുനീരൊഴുക്കി നമ്മളോട് പറയുമ്പോൾ, ആ കാരുണ്യത്തിൻ്റെ വിളിക്ക് മുൻപിൽ അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ചിന്തകൾ വെച്ചു പുലർത്തിക്കൊണ്ട് കാതടച്ചു കളഞ്ഞാൽ, പരിശുദ്ധ അമ്മ പറയാ, ആ ദിനം വിദൂരമല്ല. കരുണയോടെ ദൈവസന്നിധിയിലായിരിക്കൂ മക്കളെ, ആ ദിനം വിദൂരമല്ല എന്ന് വിളിച്ചോതുന്നു. അനുതപിക്കൂ, പശ്ചാത്തപിക്കൂ, പ്രാർത്ഥിക്കൂ, രക്ഷ നേടൂ. ദൈവത്തിൻ സമാധാനം നിങ്ങളോട് കൂടെ. പരിശുദ്ധ അമ്മ എത്ര സ്നേഹിച്ചിട്ടാ നമ്മളോട് ഇതൊക്കെ പറയുന്നേ. അമ്മ പറഞ്ഞില്ലേ, അസ്തമയത്തിന് മുൻപ്, രാത്രിയുടെ ആഗമനത്തിന് മുൻപ്. ഞാൻ വീണ്ടും അത് പറയാൻ ആഗ്രഹിക്കുക. കുഞ്ഞേ, നീ പാപത്തിലാണെങ്കിൽ നിന്നിൽ ഉദിച്ചു നിൽക്കേണ്ട നീതി സൂര്യനായ കർത്താവ് ഈശോ മിശിഹായുടെ വെളിച്ചം നിനക്ക് സ്വീകരിക്കാൻ പോകുന്ന ആ രാത്രിയുണ്ടല്ലോ, ആ രാത്രി എന്ന് പറഞ്ഞത് ഒരു ദിവസം അസ്തമിക്കുന്നതല്ല, നിന്റെ ജീവിതം. നീ പ്രകാശത്തിൽ നിന്ന് മാറി അന്ധകാരത്തിൽ നിൽക്കുമ്പോൾ നീ പ്രകാശത്തിൽ ആയിരിക്കുന്നത് പോലെ നിനക്ക് തോന്നുമെങ്കിലും നിന്നിൽ നിറയേണ്ട ദൈവീക പ്രകാശം നിനക്ക് അന്യമായി കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ നമുക്ക് പ്രകാശം തരുന്നുണ്ട്, ചൂട് തരുന്നുണ്ട് അല്ലേ? ആ സൂര്യനെ വെറുത്തിട്ട് സൂര്യരശ്മിയെ മാത്രം സ്വീകരിക്കാൻ നിനക്ക് പറ്റുമോ? എനിക്ക് പറ്റുമോ? ഇല്ല. ചന്ദ്രനെ വെറുത്തിട്ട് നിലാവിനെ മാത്രം സ്വീകരിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഊർജത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും സ്രോതസ്സായിട്ട് ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന സൂര്യനില്ലെങ്കിൽ സൂര്യരശ്മികളില്ല. രശ്മികൾ ഏൽക്കണമെങ്കിൽ സൂര്യനിലേക്ക് നമ്മുടെ ചിന്ത ഉയർത്തണം. സൂര്യ നമസ്കാരം ചെയ്യണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, അത് വലിയ തെറ്റാണ്. എസെക്കിയേൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബാഹ്യ ലോകത്തിൻ്റെ ലോക സൃഷ്ടികളുടെ മുൻപിൽ
സൃഷ്ടാവിനെ കാണാതെ, സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളിലൂടെ ദൈവത്തെ കാണാൻ പറ്റാതെ നിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് നിന്റെ ജീവിതം നീ ക്രമപ്പെടുത്തുമ്പോൾ, മാനുഷിക നിയമങ്ങളും ലോകത്തിൻ്റെ നിയമങ്ങളും കൂടെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവിക നിയമമാകുന്ന സ്നേഹത്തിൻ്റെ നിയമത്തെ നീ മാറ്റിവെക്കുമ്പോൾ നീ അസ്തമയത്തിലാണ്. കുഞ്ഞോർക്കുക, രാത്രി അടുത്തു. ആ സമയത്ത് നിന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. പരിശുദ്ധ അമ്മ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ എല്ലാ സമയത്തും നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നീതി സൂര്യനാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൻ്റെ കണ്ണുകൾക്ക് 10,000 സൂര്യനേക്കാൾ പ്രകാശമുണ്ട്. നിന്റെ ആത്മാവിൻ്റെ ചേതനകളിലേക്ക് ഇറങ്ങി വരുവാൻ, നിന്റെ ആത്മാവിനെ രക്ഷിച്ച് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കണമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ നിയമത്തിലേക്ക് നീ കടന്നു വരണം. അമ്മ പറഞ്ഞതുപോലെ നിന്നെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിക്കുക. നമ്മൾ തുടക്കം മുതലേ പറയുന്നത് പോലെ ആത്മാക്കളുടെ രക്ഷയാണ് നമ്മുടെ ലക്ഷ്യം. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ നമുക്കൊരുമിച്ച് മക്കളെ പിതൃഭൂമിയിലേക്ക്, സ്വർഗീയ ജെറുസലത്തേക്ക്, സ്വർഗത്തിലേക്ക് നടന്നെടുക്കണം. ഈ ലോകത്ത് കുറെ നമ്മൾ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ സംതൃപ്തി അടഞ്ഞതുകൊണ്ട് ഒന്നും നടക്കില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ അറിയുന്ന നമ്മുടെ തമ്പുരാൻ, മക്കൾ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കാത്ത തമ്പുരാൻ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അർഹമായ രീതിയിൽ അവിടുന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അതിൻ്റെ പൂർണ്ണതയിൽ നൽകാൻ കഴിയുന്ന തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ലോകമോഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ആഗ്രഹ സാധ്യത പ്രാർത്ഥനകൾ നിർത്തണം. ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് അവിടുത്തെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന മക്കളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായിട്ട് അവനവൻ്റെ ജീവിത പരിമിതികളിൽ നിന്ന് ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ എല്ലാം നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. അതിന് ഞാൻ സാക്ഷിയാണ്. എൻ്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഒന്നുമല്ലാത്തവളായിരുന്നു. ഇന്ന് എന്തെങ്കിലും ഉണ്ടെന്നല്ല, ഉണ്ടെങ്കിൽ എനിക്കത് എൻ്റെ ദൈവത്തിലുള്ള സന്തോഷവും സമാധാനവും സംതൃപ്തിയും മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കിയപ്പോൾ ഇറങ്ങി നടന്ന വഴികളിലെല്ലാം കെണികൾ വെക്കാൻ പലരുണ്ടായിരുന്നു, തിന്മയുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ സന്ദേശങ്ങളുടെ ആദ്യത്തിൽ കേട്ടതുപോലെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന പിശാചിനെ എതിർക്കാനായിട്ട് സ്വന്തം ബന്ധങ്ങളോ സ്വാർത്ഥ സ്നേഹങ്ങളോ ഒരു വിലയുമില്ലാതെ തിന്മയെ നന്മരൂപേണ കാണിച്ചു തന്നപ്പോഴും പുറകോട്ട് വലിച്ചപ്പോഴും പിടിച്ചു നിൽക്കാൻ കൃപ തന്നത് എൻ്റെ അമ്മ മാതാവാണ്. കാരണം പരിശുദ്ധ കന്യകാമറിയത്തോട് ഏറ്റവും കലിപ്പുള്ളത് പിശാച്ചാണ്. അമ്മ മാതാവിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന യേശു തമ്പുരാൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മാക്കളെ നേടാൻ വേണ്ടിയുള്ള ഏത് ദൈവിക ശുശ്രൂഷകളെ കാണുമ്പോഴും ഈ പിശാച്ച് കല്ലെറിയും. അത് കണ്ട് നമ്മൾ പേടിക്കരുത്. നമ്മുടെ ലക്ഷ്യം ആത്മാക്കളുടെ രക്ഷയാണ്. നമ്മുടെ രക്ഷ സ്വർഗത്തിലെ തൃപ്തിയാണ്. സ്വർഗത്തിലെ തൃപ്തി ദൈവത്തിൻ്റെ മഹത്വമാണ്. അവിടെ ദൈവസ്തുതികൾ ഉയരുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഈ കൊച്ചു ജീവിതങ്ങൾ പുഷ്പങ്ങൾ പോലെ വിടരണം. ഈ ലോകത്തെ പറുദീസയാക്കി മാറ്റാൻ എനിക്കും നിങ്ങൾക്കും കടമയുണ്ട്. ഈ കടമയിലേക്ക് ദൈവിക ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട്, പ്രിയ ദൈവപൈതലേ, നീ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ സന്ദേശത്തിൽ കേട്ടതുപോലെ നിന്നെ തന്നെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിക്കുക. പരിശുദ്ധ കന്യകാമറിയം, വിശുദ്ധിയുടെ നിറകുടമായ അമ്മ, പരിപൂർണനായ കർത്താവിന് ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ചവൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും മനുഷ്യ മക്കൾക്ക് വേണ്ടി, ലോകരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അമ്മ നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതം ബലിയായി നമുക്ക് കൊടുക്കാം. ഇതൊരു ആലങ്കാരിക വാക്കുകളാൽ പറയുന്നതല്ല. പ്രിയപ്പെട്ടവരെ, കാലം വിളിച്ചോതുന്നുണ്ട്, ലോകം പറഞ്ഞു തരുന്നുണ്ട്, അടയാളങ്ങൾ മക്കൾ സ്വീകരിക്കുന്നില്ല. ലോകത്തെ ശപിച്ചോ ലോകത്തെ കുറ്റപ്പെടുത്തിയോ ഇരിക്കുക. കാപട്യം നിറഞ്ഞ ലോകത്തെ മുറവിളി കൂട്ടി കുറ്റപ്പെടുത്തുമ്പോൾ കുഞ്ഞ് ഓർക്കുക, നിന്നിലെ കപടത നീ മാറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് മാറാം. നാം മാറുമ്പോൾ ലോകം മാറും. സമാധാനത്തിൻ്റെ വഴി ഈശോ തുറന്നിരിക്കുന്നു. അവൻ നമ്മുടെ സമാധാനമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്.
ആവേ മരിയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വരുന്ന നമ്മുടെ കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് സാധിക്കുന്ന എല്ലാവരും നമ്മളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തി അല്പം ത്യാഗത്തോടെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമ്മുടെ ഈശോയെ നമുക്ക് ആരാധിച്ചുകൊണ്ട് പാടാം. ഈശോ 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 ഈശോയേ. ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥാംഗിക്കാരാധന, നന്ദി. ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥാംഗിക്കാരാധന. ആരാധിക്കുന്നു കർത്താവേ, എല്ലാം സമർപ്പിച്ച് ഈശോ ആരാധന തിരുസന്നിധിയിൽ ഇന്ന് വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേയ്ക്കാരാധന. കരങ്ങൾ ഉയർത്തി ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ കോപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലെ നമ്മളിന്ന് പ്രത്യേകം നിയോഗമായി പ്രാർത്ഥിച്ച് പരിത്യാഗം ചെയ്യുന്നത് നിത്യതയുടെ വെളിച്ചം കെട്ടുപോയ ആത്മാക്കൾക്ക് വേണ്ടിയാണ്. ഈ വെളിച്ചം കെട്ടുപോയതാണ് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ധാർമ്മികമായ അധപതനത്തിൻ്റെയും ഒരു അടിസ്ഥാന കാരണം. വിശ്വാസത്യാഗമാവട്ടെ, വഴിവിട്ട ലൈംഗിക മ്ലേച്ഛതകളാകട്ടെ, അവിശ്വസ്തതകളാകട്ടെ, ജഡീക പാപങ്ങളാകട്ടെ, സുഖലോലുപതകളാകട്ടെ, മാരകപാപത്തിൽ ജീവിക്കുന്ന വ്യക്തികളാകട്ടെ, മയക്കമരുന്നിനും മദ്യത്തിനും മറ്റ് ലഹരികൾക്ക് അടിമപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളാകട്ടെ, അഹങ്കാരത്തിലും ഗർവിലും വെറുപ്പ് വൈരാഗ്യത്തിൽ നീറിപ്പുകയുന്ന വ്യക്തിത്വങ്ങളാകട്ടെ, ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം നിത്യതയുടെ വെളിച്ചമില്ലാത്തതാണ്. നിത്യതയുടെ പ്രകാശമുള്ളവരെ അവർ എളിമപ്പെടുവാനും ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനും സ്വയം ചെറുതാകുവാനും സ്നേഹിക്കുവാനും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കുവാനും പരിത്യാഗം ചെയ്യാനും സാധിക്കുന്ന ദൈവമക്കളെ, 1 യോഹന്നാൻ 3:3 പറയുന്നുണ്ട്, ഈ പ്രത്യാശയുള്ളവർ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ വിശുദ്ധരാക്കുന്നു. നിത്യതയുടെ വെളിച്ചം അസംഖ്യ ആത്മാക്കൾക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങള് അവർക്ക് നിത്യജീവന്റെ പ്രത്യാശ കിട്ടിയാൽ അവർ ഒരിക്കലും ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ പെട്ടുപോവുകയില്ല, തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുപോവുകയില്ല, മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുകയില്ല, ലോകത്തിന്റെ അശുദ്ധിയിൽ വ്യാപരിക്കുകയില്ല. പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും ആത്മീയ കാര്യങ്ങളിലെല്ലാം അവർ തീ പിടിച്ച ജീവിതങ്ങളായിട്ട് മാറും. നമ്മുടെ കുടുംബങ്ങൾ കൃപയുടെ കുടുംബങ്ങളാകും. നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ പ്രാർത്ഥനയുടെ ഇടങ്ങളായിട്ട് മാറും. നമ്മുടെ ഇടവകകളും കൂട്ടായ്മകളെല്ലാം പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ അധിവാസങ്ങളായിട്ട് മാറും. നമുക്ക് കരങ്ങളിൽ നിന്ന് കുരിശാർത്തി വിരിച്ചു പിടിക്കുക. ഈ മക്കളെ പരിത്യാഗമെടുത്ത് അല്പം ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങൾ കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കണം. സന്തോഷങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. മരിയ വംശിയുടെ കർത്താവ് പറഞ്ഞില്ലേ, നിന്റെ അനുദിന രക്തസാക്ഷിത്വം അനേകം ആത്മാക്കളെ സ്വർഗത്തിൽ എത്തിക്കുന്നു.
അനുദിന ജീവിതത്തിലെ സഹനങ്ങള്, വേദനകള്, നിന്ദനങ്ങള്, ദുഷിപ്പുകള്, അപഖ്യാതികൾ, ആവേശങ്ങൾ, ഞെരുക്കങ്ങൾ, സഹനങ്ങളെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, പാപികളെ മാനസാന്തരത്തിന് വേണ്ടി, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി, മർദ്ദിത സഭയ്ക്ക് വേണ്ടി, ലോക സുവിശേഷ വൽക്കരണത്തിന് വേണ്ടി കാഴ്ചവെച്ച് കാര്യങ്ങൾ കുരിശാട്ടി വിരിച്ചു പിടിച്ച് കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിക്കുക. കർത്താവിന്റെ കരുണയിലേക്ക് നിത്യതയുടെ വെളിച്ചം കെട്ടുപോയ എല്ലാ ആത്മാക്കളെ സമർപ്പിച്ച് ചങ്കുപൊട്ടി നിലവിളിച്ച് ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, ഈശോയേ, 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 ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. കരുണയ്ക്കായി യാചിച്ച് എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. കർത്താവേ, മാനസാന്തര കൃപ ഒഴുക്കണമേ, നിത്യജീവന് വെളിച്ചം നൽകണമേ, പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന്, തിന്മയുടെ അടിമത്തങ്ങളിൽ നിന്ന് അസംഖ്യം ആത്മാക്കളെ വിടുവിക്കണമേ കർത്താവേ. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. കുഞ്ഞുങ്ങളിലേക്ക് കൃപ ഒഴുകട്ടെ, യുവജനങ്ങളിലേക്ക് കൃപ ഒഴുകട്ടെ, ദമ്പതികളിലേക്ക് കൃപ ഒഴുകട്ടെ, സമർപ്പിതരിലേക്ക്, വൈദികരിലേക്ക് കൃപ ഒഴുകട്ടെ, തിരുസഭ മുഴുവനിലേക്ക്. ഈശോ, 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 ഈശോ. കൃപ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയുണ്ടാകേണമേ. അമ്മ മാതാവിന്റെ വിമല ഹൃദയം വഴി ത്രിയേക ദൈവത്തിന് നിത്യതയുടെ വെളിച്ചം കെട്ടുപോയ, നിത്യജീവന്റെ പ്രത്യാശ അറ്റുപോയ എല്ലാ ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് ദൈവകൃപ ഒഴുകപ്പെടുവാൻ, ദൈവശക്തി വ്യാപരിക്കുവാൻ, ദൈവ സാന്നിധ്യം ഇറങ്ങി വരുവാൻ, ഈ ആത്മാക്കളെല്ലാം വിടുതൽ പ്രാപിക്കുവാൻ, വിശ്വാസം വർദ്ധിക്കുവാൻ, പ്രാർത്ഥന വർദ്ധിക്കുവാൻ, പരിത്യാഗ അരൂപി വർദ്ധിക്കാൻ, ലോകം മുഴുവനിലും പ്രാർത്ഥനയുടെ ആത്മാവ് നിറയാൻ, പരിത്യാഗ അരൂപി നിറയാൻ അമ്മ മാതാവിന് വിമല ഹൃദയം വഴി സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമ്മൾ വിരിച്ചു പിടിച്ച് ഒരിക്കൽ കൂടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, അമ്മ മാതാവിന്റെ രക്തക്കണ്ണീരോട് ചേർത്ത് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ലോകത്തിലേക്ക് കരുണൊഴുക്കണമേ, തിരുസഭയിലേക്ക് കരുണൊഴുക്കണമേ, കുടുംബങ്ങളിലേക്ക് കരുണൊഴുക്കണമേ, സമർപ്പിത സമൂഹങ്ങളിലേക്ക്, ഇടവക കൂട്ടായ്മകളിലേക്ക്, ഞങ്ങളുടെ യുവജനങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് കൃപയൊഴുക്കണമേ ഈശോ. പ്രത്യേകമായി ഈ സമയം എന്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ നാമത്തെ ദുഷിപ്പിക്കുന്ന, കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തെ അവഹേളിക്കുന്ന സിനിമകള്, അത് ആസൂത്രണം ചെയ്യുന്നവരെ, അത് ഡയറക്റ്റ് ചെയ്യുന്നവരെ, അതിൽ അഭിനയിക്കുന്നവരെ, അതിനൊക്കെ പുറകിൽ കൃത്യമായ അജണ്ടകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന്, തിരുസഭയുടെ സംവിധാനങ്ങളിൽ നിന്ന് അനേക യുവജനങ്ങളെ ഈ തലമുറ അകറ്റുവാനുള്ള പിശാചിന്റെ കൊടിയ തന്ത്രങ്ങളാണിത്. ഈ അടുത്ത കാലത്ത് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി പോവുക, ഈശോ എന്നുള്ള പേരിൽ ഇറങ്ങുന്നിട്ട് സിനിമ, ഇതുപോലെ മറ്റു അനേകം ക്രൈസ്തവ പേരുകളിൽ പരിശുദ്ധമായ നാമങ്ങളെ ദുഷിക്കുന്ന വിധത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ കരുണ ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി ആരും ഇതുപോലെ സിനിമ ഇറക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമക്കളെ, പ്രാർത്ഥിച്ച് പ്രതികരിക്കണം, ഉപവസിച്ച് പ്രതികരിക്കണം, പരിത്യാഗം എടുത്ത് പ്രതികരിക്കണം. ഇത്തരത്തിലുള്ള തിന്മയുടെ ശക്തികൾ തകർക്കപ്പെടുവാൻ കാര്യങ്ങൾ തിരിച്ചു പിടിക്ക്. ലോകം മുഴുവനിലേക്കും സഭയിലേക്കും ഇതുപോലുള്ള എല്ലാ തിന്മ പ്രവർത്തിക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിന്റെ കൃപ കടന്നു വരാൻ, ദൈവത്തിന്റെ കരുണ ഒഴുകപ്പെടുവാൻ മാതാവിന്റെ രക്തക്കണ്ണുനീരിനോട് ചേർത്ത് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. അമ്മ മാതാവേ, ഈശോ, ഈശോ, ഈശോ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. ഈശോ, 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 ഈശോ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഒരിക്കൽ കൂടെ കൈകൾ പരസ്പരം മുട്ടുകുത്തി നിന്നുകൊണ്ട് സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി നിൽക്കണം. കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച്, ആ കോർത്തു പിടിച്ച കരങ്ങൾ എല്ലാവരും ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുക, ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
നിത്യജീവന്റെ പ്രത്യാശ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിത്യത ഇല്ല എന്ന് പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിത്യത ഇല്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗമില്ല, നരകമില്ല, ശുദ്ധീകരണ സ്ഥലമില്ല, ഇത് അവിശ്വസിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടെയെല്ലാം കൃപ ഒഴുകണം, കൃപ ഒഴുകണം, കൃപ ഒഴുകണം. കോർത്ത് പിടിച്ച കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചങ്ക് പൊട്ടി ഒരേ മനസ്സോടെ വിളിക്കണം. വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ ലക്ഷക്കണക്കിന് ദൈവമക്കൾ ഒരുമിച്ച് ഈശോയെ ആരാധിക്കുന്ന സമയമാണ്. നമ്മൾ ഒരുമിച്ച് ആത്മാവിന്റെ ഐക്യതയിൽ വിളിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. കെട്ടുകൾ പൊട്ടും, കോട്ടകൾ തകരും, മുഖങ്ങൾ ഒടിയും, തിരുസഭ ഉണരും. അനേക ആത്മാക്കൾ വിടുതൽ പ്രാപിക്കും, മാനസാന്തരത്തിന് കൃപ പ്രാപിക്കും. കോർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചങ്ക് പൊട്ടി വിളിക്കുന്നു, യേശുവേ. തീ ഇറങ്ങട്ടെ, തീ, 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 ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ അനേക കുടുംബങ്ങൾ കത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അസംഖ്യമാത്മാക്കളിലേക്ക് അനുതാപത്തിന്റെ, മാനസാന്തരത്തിന്റെ കൃപ ഒഴുകട്ടെ. നിത്യതയുടെ വെളിച്ചം വ്യാപരിക്കട്ടെ. നിത്യജീവന പ്രത്യാശ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, വെളിച്ചം കെട്ടുപോയ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ അനേകം ജീവിതങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമേ. ഈശോ, 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 ഈശോ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നന്ദി, നന്ദി, നന്ദി കർത്താവേ. മുട്ടുകുത്തി സാധിക്കുന്നവരെ സാഷ്ടാംഗം പ്രണമിച്ച് ശിരസ് താഴെ മുട്ടിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അത് കാഴ്ചവെക്കുക. ഫാത്തിമയിൽ മാലാഖ പഠിപ്പിച്ച മാപ്പപേക്ഷ പ്രാർത്ഥന, ലോകത്തിന് വേണ്ടി നമുക്ക് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. നിത്യജീവന്റെ വെളിച്ചം കെട്ടുപോയി നിത്യനാശത്തിലേക്ക് പോകുന്ന എല്ലാ ആത്മാക്കൾക്കും വേണ്ടി നമുക്ക് ഈ മാപ്പപേക്ഷ പ്രാർത്ഥന നടത്താം. എന്റെ ദൈവമേ, അല്പം ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. എന്റെ ദൈവമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങേ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങേ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, ഈ ലോകം മുഴുവന് വേണ്ടി കർത്താവേ, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഈശോയേ, ഈ ലോകത്തിന് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എന്റെ സഹോദരി സഹോദരങ്ങളെ, തുറന്നു വരുന്ന ദിനങ്ങളിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രഹാം കടിയ കുടിയച്ചനും സ്നേഹ ബഹുമാനപ്പെട്ട വട്ടായിലച്ചനും മറ്റു വൈദികരും അബിയുനി സാമുവേൽ അരുനിസ് പിതാവൊക്കെ ശുശ്രൂഷിക്കാൻ കടന്നു വരികയാണ്. നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. കഞ്ചിക്കോട്ട് റാണി ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ അനേകരോട് ഇതിനെക്കുറിച്ച് ഇനിയും പറയണം. അനേക മക്കൾ കടന്നു വന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന കൃപകൾ സ്വീകരിച്ച് പ്രാർത്ഥിച്ച് പരിത്യാഗം ചെയ്ത് തിരുസഭയ്ക്ക് വേണ്ടി അനേക ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി രൂപപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരാണ് അമ്മ മാതാവിൻ്റെ സൈന്യം. അവരാണ് കർത്താവിൻ്റെ വിശ്വസ്തരായ ആത്മാക്കള്, കർത്താവിൻ്റെ സഹനാത്മാക്കള്, കർത്താവിൻ്റെ ബലിയാത്മാക്കള്. കർത്താവ് അതിനായി നമ്മളെല്ലാം അഭിഷേകം ചെയ്യട്ടെ. നിങ്ങൾ ഷെക്കേന ഈ ന്യൂസ് ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ട് ദൈവമക്കളെ. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രതിസന്ധികളിൽ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യും. കർത്താവ് വിശ്വസ്തയോടെ ഷെക്കേന ഈ മാധ്യമത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ കരുതലും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടെല്ലാം ഉണ്ടാകണം. ഇത് നമ്മുടെ ചാനലാണ്, ദൈവം നമുക്ക് തന്ന ചാനലാണ്. ഷാലോമിന് വേണ്ടി നമുക്ക് ഓർക്കാം, ബെന്നി സാറ്, മാത്യു സാറ്, ഗുഡ്നസ്സിന് വേണ്ടി ഓർക്കാം. നമുക്ക് ഇതെല്ലാം പരിശുദ്ധാത്മ രൂപം കൊടുത്ത ചാനലുകളാണ്. ഇതെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്ന ക്രമത്തിൽ വളരുവാൻ, ഇതെല്ലാം ജനത്തിന് പ്രയോജനപ്പെടുവാൻ നമുക്ക് ഈ നിയോഗങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കർത്താവെ കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ,
കൃപ ചൊരിയണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ 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 നന്ദി 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 കർത്താവേ, കൃപ പകരുന്നതിനായിട്ട് നന്ദി. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കൃപ ഒഴുകട്ടെ പരിശുദ്ധാത്മാവേ, കൃപ നിറയട്ടെ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 ഞങ്ങൾ അനുഗ്രഹിച്ച കർത്താവേ, സുഖപ്പെടുത്തിയ കർത്താവേ, അഭിഷേകം ചെയ്ത കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, 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 ഈശോയെ നന്ദി. സർവ്വവുമെടുത്തുകൊള്ളുക. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാൻ, ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽക.